ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ തുരുമ്പിന് കഴിയും എന്നതുപോലെ നിങ്ങളെ നശിപ്പിക്കാനും ആർക്കും കഴിയില്ല, പക്ഷേ നിങ്ങളുടെ മനോഭാവത്തിന് കഴിയും. നിങ്ങൾ നശിക്കണം എന്ന് വിചാരിച്ചാൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് നിങ്ങൾക്ക് മുന്നേറണം എന്ന് വിചാരിച്ചാൽ അതിനെ തടയാനും മറ്റൊരു വ്യക്തിക്കും കഴിയില്ല. കാരണം നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റിനുള്ള ലോകം സൃഷ്ടിക്കുന്നത്. നല്ല ചിന്തകളിലൂടെ ഒരു നല്ല ലോകത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നല്ല ചിന്തകളുമായി മുന്നേറുക, നല്ല വിജയം കൈവരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കേരള ഗവേണൻസിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇ ഗവേണൻസ്. ഇത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ നമുക്ക് പൂർണ്ണമായും ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ഇന്നതിൻ്റെ എന്താണ് ഈ ഗവേണൻസ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിനുള്ള ഈ ഗവേണൻസ് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രസക്തി എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗവേണൻസ് നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് പ്രീവിയസ് ചോദ്യങ്ങൾ. സാധാരണ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതൊരു ഇങ്ങനൊരു പതിവുണ്ടല്ലോ, ഒന്ന് രണ്ട് പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് ആ ടോപ്പിക്കിലേക്ക് കടക്കുക നമ്മുടെ ഒരു രീതിയാണ്. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം 2025 PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. വാട്ട് റോൾ ഡസ് ICT പ്ലേസ് ഇൻ ഗവേണൻസ്? ICT ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ICT എന്ന് പറയുന്നത്. അപ്പം വാട്ട് റോൾ ഡസ് ICT പ്ലേസ് ഇൻ ഗവേണൻസ്? ഭരണനിർവഹണത്തിൽ ITC എന്ത് റോളാണ് വഹിക്കുന്നത്? ഇറ്റ് കോംപ്ലിക്കേറ്റ്സ് ഗവൺമെൻറ് ഓപ്പറേഷൻസ്, അതായത് ഗവൺമെൻറ് ഓപ്പറേഷൻസിനെയൊക്കെ സങ്കീർണമാക്കുന്നതാണോ? ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, ആഭ്യന്തരമായ വിനിമയത്തിന് വേണ്ടി മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത്? ഇറ്റ് സ്ട്രീംസ് ലൈൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇംപ്രൂവ്സ് സർവീസ് ഡെലിവറി ടു സിറ്റിസൺസ്. ഇത് ജനങ്ങളുമായി, പൗരന്മാരുമായിട്ടുള്ള സർവീസ്, അവർക്ക് സർവീസ് നൽകുന്നതിന്, ഭരണപരമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്നതാണോ? അതിന് ശരിക്കും ശക്തിപ്പെടുത്തുന്നതാണോ? എൻഷുർ ചെയ്യുന്ന സംവിധാനമാണോ? ഇറ്റ് റീപ്ലേസസ് ഓൾ ട്രഡീഷണൽ ഗവൺമെൻറ് മെത്തേഡ്. ഈ ഗവൺമെൻറ് തലത്തിലുള്ള പരമ്പരാഗതമായ രീതികളെല്ലാം മാറ്റിമറിക്കുന്നതാണോ? ആപ്റ്റായിട്ടുള്ള ആൻസർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോഴതിന് കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ഗവേണൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ലഭിക്കും. അടുത്തൊരു ചോദ്യം കൂടി. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഓപ്ഷൻ ഗിവൺ ബിലോ. ശരിയായിട്ടുള്ള ആൻസർ കണ്ടെത്തണം. ദി ഫോക്കസ് ഓഫ് ഇ ഗവേണൻസ് ഈസ് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് outside the government or the public sector organization. രണ്ടാമത്തെ, ഇ ഗവേണൻസ് ഇൻവോൾവ്സ് the use of government machinery to improve government operations. The relationship between government and citizen is a part of focus of e-governance. E-governance primarily focuses on providing government services online. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്താണ്? വായിക്കുമ്പോഴെല്ലാം ഇതല്ലേ അതല്ലേ എന്നൊക്കെ തോന്നും. ശ്രദ്ധാപൂർവം വായിക്കുക, മനസ്സിലാക്കുക. ഇപ്പം അതിന് കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട, ക്ലാസ് കാണുക. അടുത്ത ചോദ്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വെൻ ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പ്രപ്പോസ്ഡ് ഇ ഗവേണൻസ് സിസ്റ്റം ആർ ടു പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് ടൂൾസ് ലൈക്ക് സെർച്ച് എൻജിൻസ്, ഫോംസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ ഡൗൺലോഡ് and email facility for contacting the concerned department, it is targeting dash level of the e-govern maturity model. Information, interaction, transaction, transformation.
ഏതാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു ചോദ്യം, ഇതിലെ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാ ചോദ്യവും സംശയമുണ്ടെങ്കിലും വിഷമിക്കേണ്ട. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഗവേണൻസ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കടക്കാം. പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ നോട്ട്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഈ കേരള ഗവേണൻസിൽ അങ്ങനെയൊക്കെയാണ് ചോദ്യം. SCERT NCERT സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അധികവും വരുന്നത്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതും നോട്ട് തയ്യാറാക്കിയിരിക്കുന്നതും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അത് പഠിച്ചു തന്നെ പോകുക. അപ്പോൾ ഒരാളുടെ ഒരു കോട്ടിങ്സോടുകൂടി നമുക്ക് ഈ ടോപ്പിക്ക് ആരംഭിക്കാം. ഒരാളെന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. നിങ്ങൾക്ക് കാണാം, പിക്ചറിലിവിടെ കാണാം അല്ലേ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. സോറി, മിൽക്ക് മാൻ അല്ല, നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിൽക്ക് മാൻ ആരാണ്? അത് വർഗീസ് കുര്യനാണ്. ഇത് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആരാണ്? ഉരുക്ക് മനുഷ്യൻ. അതും ഇതല്ല. അതാരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ അതൊന്നുമല്ല. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് ഇന്ത്യൻ മിസൈൽ, ഇന്ത്യൻ മിസൈലിൻ്റെ പിതാവ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, യുവജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മനുഷ്യൻ, പീപ്പിൾസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാം ഈ ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിക്കുക, ഈ ഗവേണൻസിനെ കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. എന്താ അദ്ദേഹം പറഞ്ഞത്? ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ്. ആദ്യം അത് ഓർക്കുക. അത് മാത്രം എടുത്ത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. സുതാര്യവും ഊർജ്ജസ്വലവുമായ ഗവൺമെൻറ് പദ്ധതി എന്ന് ഈ ഗവേണൻസിനെ വിശേഷിപ്പിച്ചതാര്? എങ്ങനെ? സുതാര്യവും ഊർജ്ജസ്വലവുമായ ചുറുചുറുക്കുമുള്ളതുമായ ഒരു ഗവൺമെൻറ് പദ്ധതിയാണ് ഈ ഗവേണൻസ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? APJ അബ്ദുൽ കലാം. മറക്കരുത്, തിരിച്ചും ചോദിക്കാം. APJ അബ്ദുൽ കലാം ഈ ഗവേണൻസിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതെന്ത്? ഓപ്ഷനിൽ ഇത് കാണും ആൻസറായിട്ട്. ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ്. വളരെ സുതാര്യമായ, വളരെ ചടുലമായ, വൈബ്രൻറ്റ് മീൻസ് ചുറുചുറുക്കുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലമായ ഒരു ഗവൺമെൻറ് പദ്ധതിയാണ്. സേഫ് ആൻഡ് സ്പീഡി ഇൻഫർമേഷൻ. വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. സേഫ് ആൻഡ് സ്പീഡി ഇൻഫർമേഷൻ ദാറ്റ് റീച്ചസ് ടു ഓൾ വിതൗട്ട് റെഡാബിസം. റെഡാബിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചുവപ്പ് നാട. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കാതെ സുരക്ഷിതമായും വേഗത്തിലും വിവരങ്ങൾ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു ഈ ഗവേണൻസ്, അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. സേഫ് ആൻഡ് സ്പീഡി ഇൻഫർമേഷൻ ദാറ്റ് റീച്ചസ് ടു ഓൾ വിതൗട്ട് റെഡാബിസം. റെഡാബിസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചുവപ്പ് നാടയിൽ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അതൊരു ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ തുറക്കാതിരിക്കുക, ദീർഘകാലം അങ്ങനെ ഇരിക്കുക. ഇതങ്ങനെയല്ല. ഇത് പെട്ടെന്ന് സ്പീഡായിട്ട് ഒപ്പം സേഫായിട്ട് വിവരങ്ങൾ ജനങ്ങളുടെ കയ്യിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാം. ഇനി നോക്കൂ, പ്രോജക്റ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു വിവേചനവും കൂടാതെ എല്ലാ ജനങ്ങളിലേക്കും സേവനം എത്തിച്ചേരുന്നൊരു മാർഗമാണ്. ഒരു വിവേചനവും കൂടാതെ ജനങ്ങളിൽ സുതാര്യവും ചടുലവുമായ രീതിയിൽ സേഫായിട്ട് സ്പീഡായിട്ട് ഇൻഫർമേഷൻ എത്തുന്ന ഒരു ആധുനിക സംവിധാനമാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞത്. ആരാണ്? APJ അബ്ദുൽ കലാം. ഇതിൽ ആദ്യത്തെ വാചകമാണ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ടേംഡ് ഡാഷ് ആസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ്. എന്തിനെയാണ് APJ അബ്ദുൽ കലാം ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് പ്രോജക്റ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിച്ചെന്ന് വെച്ചാൽ അത് ഈ ഗവേണൻസ്. എന്തുകൊണ്ടാണ്? സേഫ് ആൻഡ് സ്പീഡി ഇൻഫർമേഷൻ ദാറ്റ് റീച്ചസ് ടു ഓൾ വിതൗട്ട് റെഡാബിസം. പ്രോജക്റ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ സിറ്റിസൺ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ക്ലിയർ അല്ലേ? നല്ല വാചകമാണ്. പറഞ്ഞ ആളിൻ്റെ പേര്
APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് നല്ല വാചകമാണെന്ന് നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹമാണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇത്തരം വാചകങ്ങൾ പറയുന്ന ഒരാൾ അല്ലേ. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗവേണൻസിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഗവേണൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ വിശേഷണം പറഞ്ഞു വന്നേ ഉള്ളൂ. ഒരാളുടെ കോട്ടിങ്സോടുകൂടി നമ്മൾ ആരംഭിച്ചു. ഗവേണൻസ് ആദ്യം നിങ്ങൾ അതിലെ എടുക്കുക. ദി ഇൻ ഗവേണൻസ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക്. ഗവേണൻസ് എന്താണ്? ഗവേണൻസ് എന്ന് പറയുന്നതിലെ എടുത്താൽ ഇലക്ട്രോണിക്. അപ്പോൾ ഇലക്ട്രോണിക് ഗവേണൻസ്. അപ്പോൾ ഗവേണൻസ് റിഫേഴ്സ് ടു ദി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ടു ഡെലിവർ സർവീസസ്. ഗവേണൻസിലെ എന്താണ്? ഇലക്ട്രോണിക്. അപ്പോൾ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മളത് പറയും ഇലക്ട്രോണിക് ഗവേണൻസ്. ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണം അല്ലേ. അതായത് ഭരണ സംവിധാനം, ഭരണ നിർവഹണം, അതിനെ ഗവേണൻസ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോണിക് രീതിയിലുള്ള ഭരണ നിർവഹണത്തിൻ്റെ പേരാണ് ഗവേണൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിൽ വെച്ചുകൊള്ളുക. ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ദി ഗവൺമെൻറ് ആക്ടിവിറ്റീസ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവേണൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ലാത്ത ഒരു ടേമാണ് ICT. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവര വിനിമയ സാങ്കേതിക വിദ്യ. വിവരവിനിമയ സാങ്കേതിക വിദ്യ തലത്തിൽ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ഗവേണൻസ്. യൂസ് ഓഫ് ICT ഇൻ ഗവേണൻസ് അല്ലെങ്കിൽ യൂസ് ഓഫ് ITC ഇൻ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ടു ഡെലിവർ സർവീസസ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ഗവേണൻസ്. മറക്കരുത്. അപ്പോഴിവിടെ നമ്മൾ പറയുമ്പോൾ രണ്ട് വാചകങ്ങളും ഓർക്കണം. സാധനമില്ലെങ്കിൽ ഗവേണൻസ് ഇല്ല. ഏതുണ്ടെങ്കിൽ ഏതില്ല എങ്കിൽ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവര വിനിമയ സാങ്കേതിക വിദ്യ ഇല്ലെങ്കിൽ ഗവേണൻസ് ഇല്ല. അത് ആരുപയോഗിക്കുമ്പോഴാണത് ഗവേണൻസ് ആയി മാറുന്നത്? ഗവൺമെൻറ് തലത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ രണ്ട് വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, ഗവൺമെൻറ് ICT ഉപയോഗിച്ചിരിക്കുകയും വേണം. അപ്പോഴാണ് അവിടെ ഗവേണൻസ് ഉണ്ടാകുന്നത്. ഗവൺമെൻറ് തലത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന്, ഭരണനിർവഹണത്തിന് വേണ്ടി, ജനങ്ങൾക്ക് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതിക വിദ്യ ഭരണതലത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ഗവേണൻസ്. സിമ്പിളല്ലേ? ഇത്രയും മനസ്സിലായോ? ഈ ITC എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് എല്ലാം ഇലക്ട്രോണിക്. ഇപ്പം നമ്മളെ കയ്യിൽ ഫോണുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര പെട്ടെന്നാണ് ഓരോരോ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലൊരു എൻക്വയറി നടത്തുന്നു, ഗവൺമെൻറ്റിൽ ഒരു ഫീസ് അടയ്ക്കുന്നു, ഗവൺമെൻറ്റിലെ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് അത് കണ്ടെത്തുന്നു, ഗവൺമെൻറ്റിലെ ഓഫീസേഴ്സ്മാരുടെ അഡ്രസ്സ് കണ്ടെത്തുന്നു, അവരുടെ ടെലിഫോൺ നമ്പർ കണ്ടെത്തുന്നു, ഭരണകർത്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കുന്നു, അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. ഇങ്ങനെ എല്ലാം ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിൽ എന്താണ് ഗവേണൻസ് അഥവാ ഇലക്ട്രോണിക് ഗവേണൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ഗവൺമെൻറ്റ്സ് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഏറ്റവും പ്രധാനം നമ്മൾ ഗവേണൻസിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പിന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കും. എങ്കിലും നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര ഓർക്കുക. ഇറ്റ് ഇംപ്രൂവ്സ് ഗവൺമെൻറ്റ്സ് എഫിഷ്യൻസി, ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, ട്രാൻസ്പെറൻസി സുതാര്യത വർദ്ധിപ്പിക്കുന്നു, ആൻഡ് അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. ഗവേണൻസിൻ്റെ ഫങ്ഷനിങ്ങോടുകൂടി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായി, സുതാര്യതയുണ്ടായി, എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു എഫിഷ്യൻസി ഉണ്ടായി, കാര്യക്ഷമതയുണ്ടായി,
എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായി, ഒരു ഉത്തരവാദിത്വം ഉണ്ടായി. അതാണ് ഈ ഗവേണൻസിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഗവൺമെൻറ്റിനെ എഫക്റ്റീവ് ആക്കുന്ന, എഫിഷ്യൻ്റ് ആക്കുന്ന, ട്രാൻസ്പെറൻ്റ് ആക്കുന്ന, അക്കൗണ്ടബിൾ ആക്കുന്ന ഒരു സംവിധാനവും കൂടിയാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. സിമ്പിളല്ലോടോ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഗവൺമെൻറ് ഭരണതലത്തിൽ വിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. വിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആ ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് ഇ ഗവേണൻസ്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു, ട്രാൻസ്പെറൻസി വർദ്ധിക്കുന്നു, അക്കൗണ്ടബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? നോക്കൂ, എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി, മെച്ചപ്പെട്ട, എന്താ പറയുക, എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട സുതാര്യത. സർക്കാരിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമുക്ക് സർക്കാർ ഓഫീസിലൊന്നും കയറിയിറങ്ങി നടക്കേണ്ടതില്ല, എല്ലാം വീട്ടിൽ ഇരുന്ന്. ഇനിയിപ്പോൾ അതിനുള്ള ഒരു ഇ ലിറ്ററസി നമുക്കില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി, എല്ലാം അതിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റുന്നു, ട്രാൻസ്പെറൻ്റ് ആണ് അവിടെ. മറ്റതങ്ങനെയല്ല. സർക്കാർ ഓഫീസിൽ ചെന്നാൽ, ഒരു അപേക്ഷയുമായിട്ട് മുമ്പ് സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചൊരു ഫയലിൽ കെട്ടി വെച്ചിട്ട് നമ്മളോട് പോകാൻ പറയും, പോയിട്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞിട്ടോ വരാൻ പറയും. അവിടെ എന്തു നടക്കുന്നു, അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് സംഭവിക്കും, ഇതാരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ദുരൂഹമാണ്, ട്രാൻസ്പെറൻ്റ് അല്ല, ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല. എന്നാൽ ഇവിടെ നോക്കൂ, എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി, റെഡ്യൂസ്ഡ് കറപ്ഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വാസ്തവത്തിൽ കറപ്ഷൻ കുറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേപ്പർ കൊടുത്തു, ഫയൽ ചെയ്ത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞു അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. നമ്മൾ അടുത്ത ആഴ്ച എന്നപ്പോൾ അയാൾ വീണ്ടും മുഖം തിരിഞ്ഞിരിക്കുന്നു, അത് ഒരുപാട് വർക്കായിപ്പോയി, എടുത്തില്ല, ഒരു കാര്യം ചെയ്യും, 2 ദിവസം കൂടി കഴിഞ്ഞ് വരൂ. ഇങ്ങനെ നിരന്തരം പറയുന്നു, ബോധപൂർവം പറയുന്നതാണ്. എന്തിനാണ്? നമ്മൾ കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കാശെടുത്ത് കൊടുത്ത് നോക്കൂ, പെട്ടെന്ന് ഈ അസൗകര്യങ്ങളൊക്കെ മാറിക്കിട്ടും. മുമ്പ് അങ്ങനെയായിരുന്നു. ഞാൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയാണെന്ന് അടച്ചാക്ഷേപിക്കുകയല്ല, ഒരുപാട് ഇങ്ങനെ അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗ രംഗത്ത്, മനസ്സിലായോ? അതൊക്കെ ഇപ്പം മാറി. റെഡ്യൂസ്ഡ് കറപ്ഷൻ പൂർണ്ണമായും മാറിയോ എന്ന് ചോദിച്ചാൽ അത് മനുഷ്യരുള്ളിടത്തോളം കാലം പൂർണ്ണമായും മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസ്ഡ് കറപ്ഷൻ. തീർച്ചയായിട്ടും അഴിമതി കുറഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ അഴിമതി ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ട്രാൻസ്പെറൻസി, മെച്ചപ്പെട്ട ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് ആക്സസിബിലിറ്റി ഓഫ് സർവീസസ്, സേവനങ്ങൾ പരമാവധി പ്രാപ്യമായിട്ടുണ്ട്. നമുക്ക് സേവനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അക്സസിബിലിറ്റി ഉണ്ടായിട്ടുണ്ട് സർവീസ്. ആൻഡ് ഇൻക്രീസ്ഡ് പബ്ലിക് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. ആർ ദി കീ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പിന്നെ പറയും. എങ്കിലും പെട്ടെന്ന് ഇത്രയും മനസ്സിൽ വെച്ചുകൊള്ളുക. ഇ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി, മെച്ചപ്പെട്ട സുതാര്യമായ പ്രവർത്തനം ഉറപ്പാകുന്നു. റെഡ്യൂസ്ഡ് കറപ്ഷൻ ഇല്ലാതാകുന്നു, അഴിമതി ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ പരമാവധി കുറയുന്നു. ഇംപ്രൂവ്ഡ് ആക്സസിബിലിറ്റി ഓഫ് സർവീസസ്, എല്ലാ സേവനങ്ങളും നമുക്ക് അക്സസിബിളായി മാറുന്നു, നമുക്ക് പ്രാപ്യമായി മാറുന്നു. അതുപോലെ തന്നെ ആൻഡ് ഇൻക്രീസ്ഡ് പബ്ലിക് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. എന്താണ് പബ്ലിക് സിറ്റിസൺ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ പങ്കാളിത്തം കൂടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മൾ ഒരു അക്ഷയ സെൻറ്ററിൽ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സാക്ഷരരാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട അറിവുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. മറ്റത് അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാറുമ്പോൾ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവണം. മുമ്പ് അങ്ങനെയല്ല, നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കും, ഇതിനൊരു ഏജൻറ്റ് വല്ലതും കാണും, അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇതൊന്ന് ശരിയാക്കി തരൂ. അപ്പം നമ്മുടെ പാർട്ടിസിപ്പേഷൻ അവിടെ വരുന്നില്ല. ഇപ്പോൾ ഈ ഗവേണൻസ് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും പബ്ലിക് പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുകയാണ്. ഇതെല്ലാം ഇതിൻ്റെ കീ ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാം. എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി, റെഡ്യൂസ്ഡ് കറപ്ഷൻ, ഇംപ്രൂവ്ഡ് അക്സസിബിലിറ്റി ഓഫ് സർവീസസ് ആൻഡ് ഇൻക്രീസ്ഡ് പബ്ലിക് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ആർ ദി കീ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. എല്ലാം പ്രധാനപ്പെട്ട ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇ ഗവേണൻസ് ഡെലിവേഴ്സ് സ്മാർട്ട്
ഗവേണൻസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. നോക്കൂ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായി മാറുന്നു? സ്മാർട്ടായിട്ട് മാറുന്നു. സ്മാർട്ട് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കല്ല അത്. അതിന് ഓരോ ലെറ്ററിലും ഓരോന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാം. സ്മാർട്ടായി മാറുന്നു. ഈ ഗവേണൻസ് ഡെലിവർ സ്മാർട്ട് ഗവേണൻസ്. എന്താ ഈ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, സ്മാർട്ട്, SMART. സ്മാർട്ടിൻ്റെ എസ് എന്താണ്? സിമ്പിൾ. എം എന്താണ്? മോറൽ. എ എന്താണ്? അക്കൗണ്ടബിൾ. ആർ എന്താണ്? റെസ്പോൺസീവ്. സ്മാർട്ട്. ഇനി ഒരു ടീം കൂടെ വരണ്ടേ? ടി എന്താണ്? ട്രാൻസ്പെറൻറ്റ്. ഇത്രയും നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക. സ്മാർട്ട്. ഈ ഗവേണൻസ് ഡെലിവേഴ്സ് സ്മാർട്ട് ഗവേണൻസ്. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഗവേണൻസ് ആണ്. സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ SMART, സ്മാർട്ട്. എസ് സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ. നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. എന്താണ് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ? ഈ നമ്മൾ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ, വിവര വിനിമയ സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ അത് സിമ്പിളല്ലേ? ഇപ്പം നോക്കൂ, ഞാൻ പറയാം. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം. KSEBയിൽ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ? സിമ്പിളല്ലേ? മൊബൈൽ എടുക്കുക, നമ്മുടെ കൺസ്യൂമർ നമ്പർ അടിച്ച് നമ്മുടെ ഇത് സൈറ്റിൽ കയറി നമ്മുടെ കൺസ്യൂമർ നമ്പറൊക്കെ അയച്ച് അടിച്ച് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് വന്ന ബില്ല് നമ്മൾ അടിക്കുമ്പോഴേ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ടൊക്കെ അവിടെ കാണും. ഒരു 1-2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ പ്രവൃത്തി അങ്ങ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സിമ്പിളാണ്, അത് കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനാണ് വീട്ടിൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നയാൾ. നോക്കൂ, കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നത് എത്ര ശാപം പിടിച്ച പണിയാണെന്ന് ഞാൻ എപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കാര്യം എന്തറിയാമോ? നമ്മുടെ സമയത്തിന്, നമുക്കിഷ്ടമുള്ള സമയത്തിന് പോയി അടയ്ക്കാൻ പറ്റില്ല. അവർക്കൊരു ടൈം ടേബിളുണ്ട്. അതായത് ഇന്ന ദിവസം ഇത്ര സമയം, 2 മണിക്കൂർ രാവിലെ, ചിലപ്പോൾ 2 മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം, ഈ സമയത്തെ അവർ പണം എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സമയം അനുസരിച്ച് അവിടെ പോയി നിൽക്കണം. അവിടെ പോകുമ്പോഴെന്താണ്? ക്യൂ ആണ്. ഇത് വലിയ നീണ്ട ഒരു ക്യൂ കാണും. നമ്മളതിൻ്റെ പുറകെ ഈ ബില്ലും പിടിച്ചുകൊണ്ട് നിൽക്കണം. എത്രയോ സമയം കഴിഞ്ഞ് അവിടെ ക്യൂ നിന്ന് നമ്മളവിടെ പോയി പണം അടച്ച് അതിൻ്റെ റെസീറ്റ് വാങ്ങിച്ച് പോകണം. ഇപ്പോഴോ സിമ്പിളായില്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എപ്പോൾ വേണോ വിത്തിൻ സെക്കൻഡ് പണം അടയ്ക്കാം. അത് അവധി ദിവസമായാലും അടയ്ക്കാം, രാത്രി ആയാലും അടയ്ക്കാം. ഇനി രാത്രി കിടന്നുറങ്ങിയിട്ട് 2-3 മണിയാകുമ്പോൾ അർദ്ധരാത്രി ഉണരുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അയ്യോ ബില്ലടച്ചില്ലല്ലോ ഈ മാസം, കിടന്നുകൊണ്ട് തന്നെ മൊബൈലിൽ അപ്പോഴടയ്ക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതിന് നമ്മൾ ഇനി സിമ്പിളെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? സിമ്പിളാണ്. അപ്പോൾ ഈ ഗവേണൻസിലൂടെയുള്ള പ്രവർത്തനം സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇനി മോറലാണ്, ധാർമ്മികത അതിനകത്തുണ്ട്. എന്താ പറയുക, ഒരു ധാർമ്മികത, നൈതികത അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിനി ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കപ്പായി കിടന്നുകൊണ്ടാണ് നമ്മൾ ചിലപ്പം ബില്ലടച്ചത്. എന്നാലും ബില്ലടച്ചു കഴിഞ്ഞു. ബില്ലടച്ചില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. അത് അധാർമികമാണ് അങ്ങനെ പറഞ്ഞാൽ. കാരണം അതിൻ്റെ റെക്കോർഡ് നമുക്ക് വന്നു കഴിഞ്ഞു. അത് റെസീറ്റ് ചെയ്ത കാര്യം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ആ അതോറിറ്റീസ് അത് ഡിനേ ചെയ്യാൻ പറ്റില്ല. ബില്ല് അടച്ചില്ലല്ലോ, അപ്പോൾ നമ്മൾ ഉടനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ റെസീറ്റ് ചെയ്തതിൻ്റെ മെസ്സേജ് ചെയ്താൽ കിടപ്പുണ്ട്, കണ്ടോ? അപ്പോൾ അത് മോറലാണ്, ശരിക്കും ധാർമ്മികമാണ്. നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് ധാർമ്മികമാണ്. അധാർമികമായിട്ട് അവർക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇനി അക്കൗണ്ടബിളാണ്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു ബില്ല് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഉണ്ട്. ഏത് സമയത്ത് അത് കിട്ടി, എത്ര രൂപ അടച്ചു, അത് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അക്കൗണ്ടബിളാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് ശരിക്ക് അവിടെ റെക്കോർഡിക്കലാണ്, അക്കൗണ്ടബിളാണ്. റെസ്പോൺസീവാണ്. 6 റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്ക് റെസ്പോൺസ്,
പ്രതികരണാത്മകമാണ്, പ്രതികരണം ഉണ്ടാകും. കാര്യം നമ്മൾ ബില്ലടയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ പെയ്ഡെന്നോ അല്ലെങ്കിൽ അവർ റിസീവ്ഡ് എന്നോ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വരും. ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ് ഏതുവരെ ഉണ്ട്, ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ് എന്നാണ്. നിങ്ങൾ ഈ മൊബൈലിലൂടെയൊക്കെ ചാർജ് ചെയ്യുമ്പോഴൊക്കെ കാണുമല്ലോ, ഇത്ര രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്തത് ഏതുവരെ ഉണ്ട്. റെസ്പോൺസീവാണ്, അതിൽ എപ്പോഴും പ്രതികരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നിനും ഇവിടെ ദുരൂഹതയില്ല. ഇനി ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായിട്ട് ഒരു പ്രവൃത്തി, ഈ ഗവേണൻസിലൂടെ നടക്കുന്ന പ്രവൃത്തി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. വളരെ ലളിതമാണ്, സിമ്പിളാണ്, അതിലൊരു മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അത് അക്കൗണ്ടബിളാണ്, അത് ശരിക്ക് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉള്ള ഒരു പ്രവൃത്തിയാണ്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അത് റെസ്പോൺസീവാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അതിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആണ്, എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് ഡെലിവേഴ്സ് സ്മാർട്ട് ഗവേണൻസ്. തീർച്ചയായിട്ടും നമുക്ക് പറയാം അതൊരു സ്മാർട്ട് ഗവേണൻസ് ആണ്. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ഈ ലെറ്ററൊക്കെ എതിരാണ് ഈ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞതിൽ എസ് എന്താണ് അല്ലെങ്കിൽ ടി എന്താണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കുക. അതൊന്ന് പഠിച്ചു വെച്ച് കൊടുക്കുക. ഇനി 5 pillars ഓഫ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് 5 സപ്പോർട്ടിംഗ് ഇ ഗവേണൻസ്. 5 pillars സപ്പോർട്ടിംഗ് ഇ ഗവേണൻസ്. ഈ ഗവേണൻസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന 5 പില്ലേഴ്സ് ഉണ്ട്, തൂണുകളുണ്ട്. അത് നമ്മൾ 5 സീസ് എന്നാ വിളിക്കുന്ന 5 സീകളാണ് വരുന്നത്. നോക്കാം. കമ്പ്യൂട്ടർ, കണക്ടിവിറ്റി, കോണ്ടന്റ്, ദെൻ കൺസ്യൂമർ ആൻഡ് കോൺഫിഡൻസ്. നോക്കൂ, 5 സീകളല്ലേ? 1 2 3 4 5. 5 സീകളാണ് ഈ ഗവേണൻസിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് നടക്കണമെങ്കിൽ ഈ 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഈ 5 ഘടകങ്ങളിലൂടെയാണ് ഈ ഗവേണൻസ് യാഥാർത്ഥ്യമായി മാറുന്നത്. നമുക്ക് നോക്കാം. 1 കമ്പ്യൂട്ടർ. എന്താണ്? 1 കമ്പ്യൂട്ടർ. നോക്കൂ, ഈ ഗവേണൻസ്, ഇലക്ട്രോണിക് ഗവേണൻസ് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു കമ്പ്യൂട്ടർ വേണ്ടേ? അപ്പോൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ ഗവേണൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ, ഈ ഗവേണൻസ് ആക്ടിവിറ്റി പൂർണ്ണമാകണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണമെന്നാണ് പറയുന്നത്? കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടായിരുന്നാലും മതി, അതിനെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ് കമ്പ്യൂട്ടറൊന്നുമില്ല, പക്ഷെ അപ്പോൾ മൊബൈലിലൂടെ ഞാൻ ചെയ്യുന്നതോ എന്നൊന്ന് തർക്കിച്ച് കളയരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ്, അതിനാണ് നമ്മളിവിടെ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗവേണൻസിലൂടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളുമായി നമുക്ക് ബന്ധപ്പെടണമെങ്കിലോ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെങ്കിലോ തീർച്ചയായിട്ടും നമുക്കൊരു ഡിവൈസ് വേണ്ടേ? കമ്പ്യൂട്ടർ ഇല്ലാതെ ഒന്നും നടക്കില്ല. കമ്പ്യൂട്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അതിനകത്ത് വരും. ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മളിത് ഉപയോഗിച്ച് ഈ ഗവേണൻസ് പ്രവർത്തനം നടത്തുന്ന എല്ലാം അതിനെ ചേർത്ത് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മൊബൈലോ കമ്പ്യൂട്ടറോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവേണൻസിൻ്റെ ഒരു ഘടകമായി. കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് മാത്രം മതിയോ? ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ ഗവേണൻസ് പൂർണ്ണമാകുമോ? ആകില്ല. കണക്ടിവിറ്റി വേണ്ടേ? അതിന് കണക്ടിവിറ്റി വേണ്ടേ? കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കണക്ടിവിറ്റി? വെറും കമ്പ്യൂട്ടർ ഉണ്ടായിട്ട് പോരാ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടാനുള്ള മാർഗം വേണം. അതിനാണ് നമ്മൾ ചാർജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, കേട്ടിട്ടില്ലേ? ഇൻ്റർനെറ്റ് സംവിധാനം വേണ്ടേ? കമ്പ്യൂട്ടർ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതിയാ? ഇൻ്റർനെറ്റ് വേണം, കണക്ടിവിറ്റി വേണം. ഇൻ്റർനെറ്റ് എടുത്താൽ മാത്രമേ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ഈ ഗവേണൻസിനുള്ള അടുത്ത പില്ലർ എന്ന് പറയുന്നത് കണക്ടിവിറ്റിയാണ്. ഇനി നോക്കൂ, ഒരു കോണ്ടൻറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റിയിൽ ബില്ലടയ്ക്കുന്ന കാര്യം, നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിലേക്കല്ലേ നമ്മൾ എന്തയക്കേണ്ടത്? ബില്ലയക്കേണ്ടത്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവർക്ക് ഇല്ലെങ്കിലോ, അങ്ങനെ ഒരു കോണ്ടൻറ്റ് അവർക്ക് ഇല്ലെങ്കിലോ ഈ ഗവേണൻസ് പൂർണ്ണമാകില്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കണം. പബ്ലിക് സർവീസ് കമ്മീഷനിൽ PSCയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഒരു ആപ്ലിക്കേഷൻ അയക്കണം.
നിങ്ങൾക്ക് അതിനുള്ള കമ്പ്യൂട്ടറുണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷന് അതിനുള്ള സംവിധാനം ഇല്ല എങ്കിലോ, അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിലോ, കോണ്ടന്റ് ഇല്ലെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാൻ കഴിയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, കോണ്ടന്റ് ഉണ്ടാകണം. അതിനുള്ള മറ്റ് ഘടകം എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾക്ക് അയക്കേണ്ട അവരുടെയും കൂടി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകണം. ഇനി കൺസ്യൂമർ, ഇതൊക്കെ ചെയ്യാൻ അറിവുള്ള ഒരു കൺസ്യൂമർ വേണം. ഇപ്പം എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്, ഇനി നമ്മൾ പറഞ്ഞ പോലെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എവിടെയാണോ ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കോണ്ടൻറ്റും ഉണ്ട്. പക്ഷേ എനിക്കിതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. കൺസ്യൂമർ എന്ന് പറയാൻ പറ്റില്ല എന്നെ, അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പറയുകയാണ് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ബില്ല് കാണിച്ചാൽ ഞാൻ കമ്പ്യൂട്ടർ എടുത്തിട്ട് അതിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം എനിക്കതിനെക്കുറിച്ചുള്ള ലിറ്ററസി ഇല്ല, മനസ്സിലാകുന്നുണ്ടല്ലോ, അതിന് സാക്ഷരതയില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ഒരു കൺസ്യൂമർ എന്ന് പറയാൻ പറ്റില്ല. അത് അറിവുള്ള ആളിനെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ നേരെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എവിടെ പോകും? അടുത്തുള്ള അക്ഷയ സെൻറ്ററിലേക്ക് പോകുന്നത്. അവിടെ കമ്പ്യൂട്ടറുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, അവിടെ സ്റ്റാഫുണ്ട്, ഇതറിയാവുന്ന ആൾക്കാരുണ്ട്, അവരിതെല്ലാം ചെയ്തു തരും. അപ്പോൾ കൺസ്യൂമർ വേണ്ടേ? ഇനി അഞ്ചാമത്തത് കോൺഫിഡൻസ്. കൺസ്യൂമർ എനിക്കിതൊക്കെ അറിയാമെന്ന് ഉണ്ടായാലും പോരാ, അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇതിലൂടെ ഇങ്ങനെ പ്രവൃത്തി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും കൂടി ഉണ്ടാകണം. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് ഞാൻ അയക്കുന്നത് അത് എഫക്റ്റീവ് ആകുമോ, അല്ലെങ്കിൽ അവർ അത് എങ്ങനെ റിജക്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഒരു കോൺഫിഡൻസ് വേണം, അത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും കൂടി ഉണ്ടാകണം. ഇങ്ങനെ 5 സീകളുണ്ടെങ്കിലേ ഈ ഗവേണൻസ് യാഥാർത്ഥ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ 5 പില്ലേഴ്സ് എന്ന് പറയുന്നത് 5 C's ആണ്. 5 C's ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ഗവേണൻസ് പ്രവൃത്തി യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിവൈസ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം, അതിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം, ഇനി കോണ്ടന്റ് ഉണ്ടായിരിക്കണം, അതിനൊരു കോണ്ടന്റ് ഉണ്ടായിരിക്കണം, എവിടെയാണോ നമ്മൾ അയക്കുന്നത് അവിടെയും അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ കൺസ്യൂമർ, ഇത് ചെയ്യാൻ അറിവുള്ള ആളായിരിക്കണം നമ്മൾ. ഇനി അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ളൊരു കോൺഫിഡൻസ് കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്ന പ്രവൃത്തി പൂർണ്ണമാകുന്നത്. ക്ലിയർ അല്ലേ? ഇത് സിമ്പിളല്ലേ? അടുത്ത നോക്കാം, ബെനിഫിറ്റ്സ് ഓഫ് ഈ ഗവേണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിനെ നമ്മളൊന്ന് പോയിൻ്റാക്കി പറയുന്നു എന്നേ ഉള്ളൂ. സിമ്പിളാണ്. ഇത് ഓൾഡ് SCERT ഫാക്ട്സ് ആണ്, പഴയ ബുക്കിലുള്ളതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. ഈ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാതെ നോക്കൂ. Can receive services with the help of information technology. We can receive services with the help of information technology. വിവര സാങ്കേതിക വിദ്യയിലൂടെ സേവനങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയിലൂടെ സേവനങ്ങൾ ലഭ്യമാകാൻ ഈ ഗവേണൻസ് സഹായിക്കുന്നു. നോക്കൂ, നീഡ് നോട്ട് വെയിറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസസ് ഫോർ സർവീസസ്. ഗവൺമെൻറ് ഓഫീസ് കയറിയിറങ്ങി നടക്കേണ്ട കാര്യമില്ല. ഒരു സേവനം ലഭ്യമാകുന്നതിന് സർക്കാർ ഓഫീസിൻ്റെ വരാന്തകൾ തോറും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. മുമ്പൊക്കെ എങ്ങനെയാണല്ലോ, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നൊരു ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിലോ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിലോ കയറി ഇറങ്ങി നടക്കണം. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ അത് നമ്മൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ നമുക്കെന്ന ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ഡേയ്സ്, ഒരു ഡേ ഉണ്ട്, ഒരു 4 വർക്കിംഗ് ഡേയ്ക്കകത്ത് ചില സേവനങ്ങൾ കിട്ടും. സേവനാവകാശ നിയമവും കേരളത്തിൽ 2012 സേവനാവകാശ നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. അതുകൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങൾ ലഭ്യമായി കൊടുത്തിരിക്കണം. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പാസ്സാക്കിയിട്ടുണ്ട്, വിവരങ്ങൾ കൊടുത്തിരിക്കണം. നോക്കൂ, ഇതെല്ലാം കൂടി ആയപ്പോൾ ഈ ഗവേണൻസ് കുറേ കൂടെ ശക്തിപ്പെട്ടു. നീഡ് നോട്ട് വെയിറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസസ് ഫോർ ഈ ഗവേണൻസിൻ്റെ ഫലമായിട്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതില്ല. ഓർമ്മിച്ചാൽ മതി. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ദി ലെസ് എക്സ്പെൻസസ്. നോക്കൂ, സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ലഭ്യമാകുന്നു, അല്ലേ?
ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പല സർട്ടിഫിക്കറ്റുകളും പല രേഖകൾക്കും ആവശ്യപ്പെടാം. അതിന് ചിലവില്ല. ഇനി വേണ്ട, നമുക്കത് അതിൻ്റെ ടെക്നോളജി അറിഞ്ഞുകൂടായെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി. വളരെ തുച്ഛമായിട്ട് 10 രൂപയോ 20 രൂപ അല്ലെങ്കിൽ 50 രൂപ ഇതൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വലിയൊരു സേവനം ചെയ്തു തരും. അപ്പം ഗവൺമെൻറ് സർവീസ് മറ്റതങ്ങനെയല്ല. അവിടെ ചെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ ദൂരമായിരിക്കാം ചിലപ്പോൾ വില്ലേജ് ഓഫീസ്. അവിടെ പോകാവുന്ന വണ്ടിക്കൂലി തന്നെ ചിലപ്പം 10-100 രൂപയ്ക്ക് പുറത്താകും. ഇനി അവിടെ അത് ഒരു ദിവസം പോയാൽ തന്നെ ശരിയാവില്ല, എത്രയോ ദിവസം കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം ഇവിടെ ഒന്നും വേണ്ട. മുക്കിന് അക്ഷയ സെൻറ്ററുകളുണ്ട് ഇപ്പം. എല്ലാ വീടുകളും ഏത് ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. അതിന് തൊട്ടടുത്ത് നിങ്ങൾ ചെല്ലുക, അവിടെ ചെന്നിട്ട് ഈ നമ്മുടെ രേഖകളൊക്കെ അവിടെ ഹാജരാക്കുക, ഇന്ന കാര്യം വേണമെന്ന് പറയുക, അപ്പോഴും തന്നെ അവർ അത് ചെയ്ത് അതിൻ്റെ റെസീറ്റ് നിങ്ങൾക്ക് തരും. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയും. എന്ത് എളുപ്പം നോക്കൂ. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. അത് നോക്കൂ, എഫിഷ്യൻസി ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സർവീസസ് ഗെറ്റ് എൻഹാൻസ്ഡ്. എഫിഷ്യൻസി ഓഫീസ്, ആ ഓഫീസിൻ്റെ സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സർവീസസ് ഗെറ്റ് എൻഹാൻസ്ഡ്, വളരെ സേവനം മെച്ചപ്പെട്ടതായി മാറുന്നു. സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെട്ടതാകുന്നു, കാര്യക്ഷമമാകുന്നു. കാര്യം എന്താണ്? ഈ ഗവേണൻസിലൂടെ എല്ലാ രേഖയാണ്. ഇപ്പം നമ്മൾ അക്ഷയ സെൻറ്ററിലൂടെ ആണെങ്കിലും ഇന്ന ദിവസം ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടെ തെളിവുണ്ട്. മറ്റ് നേരിട്ട് കൊടുത്താൽ അയാൾ വേറെ എന്തെങ്കിലും കള്ളം പറയും. ഞാൻ ഇല്ലായിരുന്നു, എൻ്റെ അല്ല കൊണ്ട് തന്നത്, അല്ലെങ്കിൽ എൻ്റെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ ചുമ്മാ പറയുകയാണ് തന്നിട്ടില്ല, നമുക്ക് രസീത് പോലും തരില്ല, വാങ്ങിച്ചു വെച്ചിട്ട് പോകാൻ പറയും. ഇതങ്ങനെയല്ല. അക്ഷയ സെൻറ്ററിലൂടെ അയച്ചു കഴിഞ്ഞാൽ അവർ റെസീറ്റ് തരികയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ കൺസേൺഡ് ഓഫീസർ എന്ത് ചെയ്യും? കൂടുതൽ എഫിഷ്യൻ്റ് ആവും, അക്കൗണ്ടബിൾ ആകും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദി ഓഫീസസ്, ആ സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. സർക്കാർ സേവനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി വർദ്ധിക്കുന്നു. ക്ലിയർ അല്ലേ? ഓർമ്മിച്ചോളുക. ഇനി ടൈപ്സ് ഓഫ് ഇൻ്ററാക്ഷൻ, അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടൈപ്സ് ഓഫ് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ഗവേണൻസിൽ വ്യവഹാരങ്ങൾ എത്ര തരത്തിലുണ്ട്? വ്യവഹാരങ്ങൾ, ഇൻ്ററാക്ഷൻ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ 4 തരത്തിലാണ് വ്യവഹാരങ്ങളുള്ളത്. G2C, G2G, G2B ആൻഡ് G2E. ഇതാണ് 4 തരത്തിലുള്ള വ്യവഹാരങ്ങൾ, ഇൻ്ററാക്ഷൻ. ഈ ഗവേണൻസിലെ 4 തരത്തിലുള്ള ഇൻ്ററാക്ഷനാണ് ഇവിടെ പറയുന്നത്. G2C, G2G, G2B, G2E. G2C എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടു സിറ്റിസൺ, സർക്കാരും സിറ്റിസണും പൗരന്മാർ ജനവുമായിട്ടുള്ള ബന്ധം. എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ വേണ്ടി വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത് നോക്കൂ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് നോക്കാം. അടുത്തത് ഗവൺമെൻറ് ടു ബിസിനസ്, ബിസിനസ് സംരംഭങ്ങളുമായി, ബിസിനസ്സുകാരുമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രാക്ഷൻ. അടുത്തത് ഗവൺമെൻറ് ടു എംപ്ലോയി, ഗവൺമെൻറ്റിന് അതിൻ്റെ ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. ഈ 4 തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മുടെ ഈ ഗവേണൻസിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ആധാരം അതാണ്. അതിൽ ഉള്ള നോക്കൂ, നേരത്തെ പറഞ്ഞത് ഈ സ്മാർട്ട് എന്ന് പറഞ്ഞത് ആ പ്രവർത്തനങ്ങളാണ്, ആ പ്രവർത്തന മികവിനെയാണ് നമ്മൾ അവിടെ സ്മാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരു 5 C's പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഈ ഗവേണൻസിൻ്റെ ഘടകങ്ങളാണ്. ഈ ഗവേണൻസ് പൂർത്തീകരിക്കുന്ന, ഈ ഗവേണൻസിൻ്റെ പില്ലേഴ്സാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഈ ഗവേണൻസിലുള്ള ഇൻട്രാക്ഷനാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുക, ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരസ്പര ബന്ധങ്ങൾ, വ്യവഹാരങ്ങളാണ്. ആദ്യം നമുക്ക് നോക്കാം G2C, ഗവൺമെൻറ് ടു സിറ്റിസൺ. E-governance enables electronic interaction between government and citizen, offering services like online tax filing, the digital licensing, certificate issuance, then and information access. ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ആരുടെ ബന്ധം? ഗവൺമെൻറ്റിൻ്റെ ബന്ധം. ജനങ്ങൾക്ക്
എന്തൊക്കെയാണ് സേവനങ്ങൾ ഈ ഗവേണൻസ് വഴി ലഭ്യമാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺ ഓഫറിംഗ് സർവീസസ് ലൈക്ക് ഓൺലൈൻ ടാക്സ് ഫയലിംഗ്. ഇപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കണം. ഇൻകം ടാക്സ് ഓഫീസിൽ കയറി ഇറങ്ങണോ? വേണ്ട. നമ്മുടെ ഡിവൈസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായി തന്നെ നമ്മളെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമർക്ക്, ഒരു സിറ്റിസൺ ഗവൺമെൻറ് ഈ ഗവേണൻസിലൂടെ ഉള്ള ഇൻട്രാക്ഷൻ എന്താണ്? ശരിക്ക് ഈ ഗവേണൻസിലൂടെ തന്നെ ടാക്സ് അടയ്ക്കാൻ പറ്റും. ഡിജിറ്റൽ ലൈസൻസൊക്കെ എടുക്കാൻ പറ്റുന്നു. ഡിജിറ്റൽ ലൈസൻസിങ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ നമ്മളൊരു വാഹനമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പൊക്കെ MVD നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നേരിട്ടാണ് ലൈസൻസൊക്കെ എടുക്കുന്നത്. ഇപ്പം ലൈസൻസൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ രജിസ്ട്രേഷനിലൊക്കെ വണ്ടി കൊണ്ടുപോയാൽ പാസ്സാക്കി എന്ന് പറഞ്ഞിങ്ങോട്ട് വിടും. വേറെ ഒന്നും നമുക്ക് തരില്ല അപ്പോഴും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇത് ഒന്നും ആയിട്ടില്ലേ, രജിസ്ട്രേഷനൊക്കെ പാസ്സായി നിങ്ങൾ പൊക്കോളൂ എന്ന് പറയും. നോക്കൂ, ആഴ്ചകളോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിനടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി. നമ്മളെ ആ ബുക്കും പേപ്പറും എല്ലാം അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺ അല്ലേ? ജനങ്ങളും ഗവൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. നമ്മളെ ലൈസൻസുകൾ ഡിജിറ്റലായിട്ട് നമുക്ക് എടുക്കാം, ടാക്സ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പല സർട്ടിഫിക്കറ്റുകളും നമുക്കതിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഇൻഫർമേഷൻ ആക്സസ്, ഗവൺമെൻറ് പല വിവരങ്ങളും ഇൻഫർമേഷനും ഇതിലൂടെ നൽകുന്നു ആൾക്കാർക്ക്. ഇതൊക്കെ G2C ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇറ്റ് എൻഹാൻസസ് efficiency, transparency and accountability while minimizing or often eliminating the needs of face-to-face contact and reduce the corruption risk. കണ്ടോ, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഫേസ് കോണ്ടാക്റ്റ് ഒക്കെ ഒഴിവാക്കി, അപ്പോൾ സ്വാഭാവികമായിട്ട് കറപ്ഷൻ ഒഴിവാകും. ഓൺലൈനിലൂടെ കൈക്കൂലി ചോദിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാകുമല്ലോ? ഫേസ് കോണ്ടാക്റ്റിലല്ലേ ശരിയാക്കാം. നമ്മൾ ചെല്ലുമ്പം പറയും ശരിയാക്കി തരാം, പക്ഷെ അതിന് ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അകലെക്കൂട്ടിയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഓൺലൈനിലൂടെ എനിക്ക് കുറച്ച് കാശ് തരണമെന്ന് പറയാൻ പറ്റുമോ? അകത്തായി പോകുന്ന കേസല്ലേ. അപ്പോൾ അവിടെ ഈ ഫേസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കറപ്ഷൻ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ അവിടെ അക്കൗണ്ടബിലിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമയം ലാഭിക്കുന്നു. പല കാര്യങ്ങളും ഗുണകരമാകുന്നു. G2C അതിന് ഉപകരിക്കുന്നു. G2C. ഇനി നോക്കൂ, G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഈ ഗവേണൻസ് ഇൻവോൾവ്സ് ഡിജിറ്റൽ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഏജൻസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. ഗവൺമെൻറ്റിൻ്റെ പല തലങ്ങളിലുള്ള ഭരണരംഗങ്ങൾ പരസ്പരം രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിജിറ്റലായി തന്നെ കൈമാറുന്നു, ഇൻറ്ററാക്ഷൻ നടത്തുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് തരുന്നത്? MVD ആണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കുന്നു വിചാരിക്കുക. ആ ബൈക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ റെഡിയാക്കി തരുന്നത്. അപ്പോൾ KL0 തിരുവനന്തപുരം ആണെങ്കിൽ KL01 ഇന്ന നമ്പരൊക്കെ തന്ന് രജിസ്റ്റർ ചെയ്ത് വിടുകയാണ്. നിങ്ങൾ ആ ബൈക്ക് അപ്പോൾ MVDയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ രജിസ്ട്രേഷനായി. ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഉണ്ടല്ലോ വാഹൻ, അവരെ സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്പാണല്ലോ വാഹൻ. ആപ്പിൽ കയറിയാൽ ഈ നമ്പർ അടിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണും. ഉണ്ടല്ലോ, അവരുടെ കയ്യിലാണല്ലോ. ഇനി ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ട്രാഫിക് വയലേഷൻ നടത്തുകയാണ്, ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു റാഷ് ഡ്രൈവിംഗ്, ശരിക്കും ഒരു അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് നിങ്ങൾ നടത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പോലീസ് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പം പണ്ടാണെങ്കിൽ നേരിട്ട്, ഇപ്പം AI ക്യാമറയൊക്കെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ക്യാമറ നിങ്ങളുടെ ഈ വയലേഷൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഫൈൻ ചുമത്തി നിങ്ങളെ അറിയിക്കുന്നു, ഡിജിറ്റലായി തന്നെ അറിയിക്കുന്നു. നിങ്ങൾ ഫോൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നു, 1000 രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു. എന്ത്? റാഷ് ഡ്രൈവിംഗ് ആണ്.
നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് വന്നത്? നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അതെങ്ങനെയാണ്? എൻ്റെ അഡ്രസ്സൊക്കെ അവർക്ക് എങ്ങനെ കിട്ടി? പോലീസല്ലേ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റല്ലേ ഇത് ചെയ്ത്, അവരുടെ ട്രാഫിക് വകുപ്പല്ലേ, അവർക്ക് എവിടെ നിന്ന് വിവരം കിട്ടി? അവർ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റായ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്ന MVDയുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ഈ വിവരം ഇങ്ങോട്ട് ലഭിച്ചു. ഗവൺമെൻറ് ടു ഗവൺമെൻറ്. കണ്ടോ? അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ്ററാക്ഷൻ നടത്തുന്നതിനാണ് C2G എന്ന് പറയുന്നത്. ഇനി വേണ്ട, ഒരു രേഖ തന്നെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു രേഖ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രയോജനപ്പെടുത്തും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി കാർഡ് എന്താണ്? ആധാർ കാർഡല്ലേ? ആധാർ കാർഡല്ലേ? ആധാർ കാർഡ് അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അതോറിറ്റിയാണ്. അവർ ഇഷ്യൂ ചെയ്യുന്ന ആധാർ കാർഡാണ് നമ്മുടെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത്. ഈ ആധാർ കാർഡ് എത്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്, അതിലുള്ള രേഖകൾ സ്വീകരിക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം വീട്ടിൽ സോളാർ പാനൽ വയ്ക്കുകയാണ്, അതിനൊരു അപേക്ഷ KSEBയിൽ കൊടുക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ID കാർഡ് തരാൻ പറയും. ഒരു വാട്ടർ കണക്ഷൻ എടുക്കാൻ പോകുന്നു, ID കാർഡ് ചോദിക്കും. ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുറക്കാൻ പോകുന്നു, ID കാർഡ് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന രേഖ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അതോറിറ്റി നൽകുന്ന രേഖ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് തന്നെ. അപ്പം ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു. അല്ലെങ്കിൽ ഒരു രേഖയിൽ നിന്ന്, ഗവൺമെൻറ് നൽകിയ ഒരു രേഖ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതെല്ലാം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻ്ററാക്ഷനാണ്. ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്കൊക്കെ ഈ വിവരങ്ങൾ കൈമാറുന്നതാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഒരു തരം വ്യവഹാരമാണ്. ഈ ഗവേണൻസിലെ മറ്റൊരു വ്യവഹാരമാണ്. ഇറ്റ് റെഡ്യൂസസ് പേപ്പർ വർക്ക് ആൻഡ് ഇംപ്രൂവ്സ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോഓപ്പറേഷൻ. കേട്ടോ, ഇത് പേപ്പർ വർക്കെല്ലാം ഒഴിവാക്കുന്നു, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് അതിലൂടെ എന്താ സംഭവിക്കും? ക്രിയേറ്റിംഗ് ഫാസ്റ്റർ ആൻഡ് മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്മാർട്ട് ഗവേൺമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്മാർട്ട് ഗവേണൻസ് യാഥാർത്ഥ്യമാകുന്നു. G2G രണ്ടാമത്. മൂന്നാമത് നോക്കൂ, G2B, ഗവൺമെൻറ് ടു ബിസിനസ്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ടു ബിസിനസ്. E-governance involves digital interaction between government agencies and private sectors to streamline process, cut redap and reduces operational cost. നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ രേഖകളൊക്കെ നേരിട്ടൊന്നും ഹാജരാക്കണമെന്നില്ല. ഡിജിറ്റൽ മാർഗത്തിലൂടെ നിങ്ങൾക്ക് രേഖകൾ കൈമാറാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സിനെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്യുന്നു, എഫക്റ്റീവാക്കി മാറ്റുന്നു, കാര്യക്ഷമമാക്കി മാറ്റുന്നു, റെഡാബിസം കുറയ്ക്കുന്നു, ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു ഏർപ്പാട് ഇല്ലാതാക്കുന്നു. റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്, പ്രവർത്തന ചെലവ്. നിങ്ങൾ ആരെയെല്ലാം കണ്ട് ഇതൊക്കെ കൊടുത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവരുടെ ചിലവും കൂടെ വഹിച്ച്, ഇതൊന്നും വേണ്ട. ഡിജിറ്റലിലൂടെ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനോ മറ്റ് രേഖകൾ ആവശ്യപ്പെടുന്നതിനോ ഒക്കെ നിങ്ങൾ കഴിയും. ഗവൺമെൻറ് ടു ബിസിനസ് തീർച്ചയായിട്ടും അതൊരു ഇൻട്രാക്ഷനാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലൈൻ സർവീസസ് ലൈക്ക് കമ്പനി രജിസ്ട്രേഷൻ. ഓൺലൈനായി തന്നെ ഒരു കമ്പനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ലൈസൻസ് എടുക്കാം, ടാക്സ് ഫയലിംഗ് നടത്താം, ജി എസ് ടി ഒക്കെ ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് അടയ്ക്കാവുന്നേ ഉള്ളൂ. ബിസിനസ്സുമായ കാര്യമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇങ്ങനെ പല രീതിയിൽ ചെയ്യാവുന്നതാണ്. അത് ഒരു തരം ഇൻട്രാക്ഷൻ ആണല്ലോ. അടുത്ത് നോക്കൂ, G2E. അടുത്തത് ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്താനും ഈ ഗവേണൻസ് ഒരു മാർഗമായി മാറുന്നു. ഈ ഗവേണൻസ് ഫോക്കസസ് ഓൺ ഡിജിറ്റൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് ദെയർ സ്റ്റാഫ് എയിമിംഗ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി, റെഡ്യൂസ് ബ്യൂറോക്രസി ആൻഡ് എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവർക്ക്
പിന്നെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവരെ അറിയിക്കുക. അവർക്ക് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ, ഇപ്പോൾ സ്റ്റാഫുമായി ബന്ധപ്പെട്ട അവരുടെ ഉദാഹരണത്തിന് അവരുടെ പേയ്മെൻറ്റ്, അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം അവരെ ഈ ഗവേണൻസിലൂടെ അറിയിക്കുകയും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. നോക്കൂ, ഇറ്റ് സ്ട്രീം ലൈൻസ് ഇൻറ്റേർണൽ ഓപ്പറേഷൻ സച്ചസ് പേറോൾ, കേട്ടോ, അവരുടെ ബില്ലുകൾ പേയ്മെൻറ്റിന് വേണ്ടി പേറോൾ തയ്യാറാക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ശരിക്ക് ഈ ഗവേണൻസിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് ലീവ് മാനേജ്മെൻറ്റ്, അവരെ ലീവ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുക, ലീവ് അനുവദിക്കുക, ഇതെല്ലാം ഗവൺമെൻറ്റിന് അതിൻ്റെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾക്ക് ഈ വ്യവഹാരത്തിലൂടെ പരിഹാരം കാണാൻ സാധിക്കുന്നു. G2E. അപ്പോൾ ഓർക്കണം എന്തൊക്കെയാണ് G2C, G2G, G2B, G2E. ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഓർമ്മിച്ചോളാം, ഇതാണ് 4 തരത്തിലുള്ള വ്യവഹാരങ്ങൾ. ഇനി നോക്കാം ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ എഫക്റ്റീവ് ഇ ഗവേണൻസ്. ഈ ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, ഏതൊക്കെ ഘടകങ്ങളാണ് ഈ ഗവേണൻസിന് ആവശ്യമായിട്ടുള്ളത്. ഈ ഗവേണൻസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എന്തൊക്കെ മാർഗങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, സർക്കാർ ഏതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഗവേണൻസ് പ്രാവർത്തികമാക്കേണ്ടത്. ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ ഇ ഗവേണൻസ്, എഫക്റ്റീവ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എഫക്റ്റീവായിട്ട് നടത്തുന്നതിന് എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ സർക്കാർ ഒരുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്. സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ഉണ്ടായിരിക്കണം, SDC എന്ന് പറയും. സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, SWAM. അതിനെ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ അത് നമ്മുടെ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് KSWAM എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. KSWAM എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ ആദ്യം ഉണ്ടാകണം. എന്താണെന്ന് പറയാം. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ ഉണ്ടാകണം, സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ഇനി കോമൺ സർവീസ് സെൻറ്റേഴ്സ് CSC ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ സർക്കാർ ഒരുക്കിയാൽ മാത്രമേ ഈ ഗവേണൻസ് പ്രാവർത്തികമാകുകയുള്ളൂ. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് ഈ ഗവേണൻസിൻ്റെ പില്ലേഴ്സാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. ഇത് ഈ ഗവേണൻസിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ്. ഈ ഘടകങ്ങളിലൂടെ മാത്രമേ ഈ ഗവേണൻസ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണം. ആദ്യം പറയും നോക്കൂ, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റേഴ്സ്, SDC. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ. State data centers are multiple data centers set up in various states of India to provide fundamental IT infrastructure for various e-governance program being run as part of National E-Governance Plan of India. നോക്കൂ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഓഫ് ഇന്ത്യ NEG എന്ന് പറയുന്ന NEGP എന്ന് പറയുന്നൊരു പ്രോഗ്രാം 2006 ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇലക്ട്രോണിക് മാർഗം ഉപയോഗിച്ചുകൊണ്ട്, ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ NEGP എന്ന് പറയുന്നത്, അഥവാ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ സംവിധാനം സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ, നിങ്ങൾ ആലോചിക്കുക, ഈ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ, ആരംഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഡേറ്റ ശേഖരിച്ച് വയ്ക്കാൻ ഒരു സംവിധാനം വേണ്ടേ, ഒരു സെർവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മൾ ഡേറ്റ എല്ലാം ശേഖരിച്ച് വയ്ക്കാതെ, ഡേറ്റ ഇല്ലാതെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണല്ലോ ഡേറ്റ. ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കാൻ ഒരു സംവിധാനം ഒരുക്കണം ആദ്യം. ഇതാണ് ആദ്യത്തെ റിക്വയർമെൻറ്റ്. അതാണ് SDC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റേഴ്സ്. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററുകൾ നിലവിൽ വരണം. അവിടെ നിന്നാണ്
ഈ ഡേറ്റ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ സെൻറ്ററുകൾ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കാനൊരു സംവിധാനം ഉണ്ടാകണം. അതാണ് പറയുന്നത് state data centers are multiple data centers set up in various states of India to provide fundamental information technology infrastructure for various e-governance program being run as the part of National Governance Plan of India. 2006 കൊണ്ടുവന്ന നാഷണൽ ഗവേണൻസ് പ്ലാൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളും അവരുടെ ഗവേണൻസ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഡേറ്റാ സെൻറ്ററുകൾ രൂപീകരിച്ചിരിക്കണം. ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള സെൻറ്ററുകൾ ഉണ്ടായിരിക്കണം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി നോക്കൂ, ദി മെയിൻ പർപ്പസ് ഓഫ് ദി സെൻറ്റേഴ്സ് ഈസ് ടു പ്രൊവൈഡ് എ ഫിസിക്കൽ ഫെസിലിറ്റി ഫോർ ഹോസ്റ്റിംഗ് വേരിയസ് സ്റ്റേറ്റ് ലെവൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻസ്. നോക്കൂ, ഇതൊരു മെയിൻ പർപ്പസ് ഓഫ് ദീസ് സെൻറ്റേഴ്സ് ഈസ് ടു പ്രൊവൈഡ് ഫിസിക്കൽ ഫെസിലിറ്റി, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരുക്കിയെടുക്കണം. ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റാ സെൻറ്ററുകൾ ഇവിടെ നിന്ന് ഡേറ്റ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും പല ഭാഗത്തായിട്ട് ഡേറ്റാ സെൻറ്ററുകൾ ഒരുക്കിയിരിക്കണം. അതൊരു ഒരു നമുക്കറിയാലോ, ഒരു സെർവർ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്ലാൻ ചെയ്ത് സ്ഥാപിച്ച് അതിലെല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. അവിടെ നിന്നാണ് ഡേറ്റ പലയിടത്തും ഇഷ്യൂ ചെയ്യുന്നത്. നോക്കൂ, അപ്പോൾ SDC പ്രോജക്റ്റ് വാസ് അപ്രൂവ്ഡ് ഇൻ January 2008 ആസ് എ പാർട്ട് ഓഫ് നാഷണൽ ഗവേണൻസ് പ്ലാൻ. നോക്ക്, ഈ നാഷണൽ ഗവേണൻസ് പ്ലാൻ നടപ്പിലാക്കിയത് 2006 ഈ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റേഴ്സ് പ്രോജക്റ്റ് വാസ് അപ്രൂവ്ഡ് ഇൻ കേരളത്തിൽ ഇത് ഇത് അപ്രൂവ് ചെയ്തത് 2008 2008 ജാനുവരി ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ 2008 ശരിക്കും സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റേഴ്സ് പ്രാവർത്തികമായത് നമ്മുടെ സംസ്ഥാനത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ സർവീസുകൾ നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ സേവനങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെ സേവനങ്ങളാണ്? ഞാൻ പറഞ്ഞു, ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒരുക്കി വയ്ക്കുക, ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കുക, ഒരു സെർവറൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുക, ഡേറ്റ എല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ആ ഡേറ്റാ സെൻറ്റർ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത് നോക്കൂ. കീപ്പിംഗ് സെൻട്രൽ ഡേറ്റ റെസ്പോസിറ്ററി ഓഫ് ദി സ്റ്റേറ്റ്, നമ്മുടെ ഒരു ഡേറ്റകളെല്ലാം കീപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു സംവിധാനം. സെക്യൂറിംഗ് ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റ പരമാവധി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഓൺലൈൻ ഡെലിവറി ഓഫ് സർവീസസ്, എന്നിട്ട് അത് ഓൺലൈൻ ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുന്നു. ആക്ട് ആസ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇൻട്രാനെറ്റ് പോർട്ടൽ, നമ്മുടെ പരസ്പരം പല സ്ഥലങ്ങളിലേക്കും ഇത് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു കവാടമായിട്ട് ഒരു പോർട്ടലായിട്ട് പ്രവർത്തിക്കുന്നു. ആക്ട് ആസ് ദി സിറ്റിസൺ ഇൻഫർമേഷൻ സർവീസ് പോർട്ടൽ, അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാനും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്ക് സേവനങ്ങൾ നൽകുന്നതിനുള്ളൊരു പോർട്ടലായിട്ടത് ഉപയോഗിക്കുന്നു. ഹെൽത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുക്കുന്നു. പ്രൊവൈഡ് ബെറ്റർ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നു. മിനിമൈസസ് ദി ഓവറോൾ കോസ്റ്റ് ആൻഡ് ഡേറ്റ ഓഫ് മാനേജ്മെൻറ്റ്, പരമാവധി ചിലവ് കുറച്ചുകൊണ്ട് ഡേറ്റ മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഡേറ്റ പരമാവധി ശേഖരിച്ചു വച്ചിരിക്കുന്നു, അത് സ്റ്റോറേജ് ചെയ്ത് വയ്ക്കുന്നു. അതിന് ഡെലിവറി സർവീസിന് വേണ്ടിയിട്ട് അത് ഡെലിവറി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വയ്ക്കുന്നു. ഒരു ഇൻട്രാനെറ്റ് പോർട്ടലായിട്ട് സ്റ്റേറ്റ് ഇൻട്രാനെറ്റ് പോർട്ടലായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൗരന്മാർക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു പോർട്ടലായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമുക്കറിയാലോ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നു. ബെറ്റർ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നു. പരമാവധി മിനിമൈസസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ഡേറ്റാ മാനേജ്മെൻറ്റ് പരമാവധി ചിലവ് കുറച്ച രീതിയിൽ നടത്താൻ ഉപയോഗിക്കുന്നു. റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ഡിപ്ലോയ്മെൻറ്റ് എക്സെട്ര, അതുപോലെ തന്നെ വിഭവ മാനേജ്മെൻറ്റ്, അതിൻ്റെ വിന്യാസം ഒക്കെ ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സർവീസുകൾ. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് കേരള സ്റ്റേറ്റിന് ബേസ് ചെയ്ത് തന്നെ പറയാം,
KSWAM പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഫുൾ ഫോം ഒക്കെ ചോദിക്കും. എന്താണ് KSWAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റാ സെൻറ്ററുകളിൽ നിന്ന് വൈഡ് ഏരിയയിലേക്കൊക്കെ ഇത് വിതരണം ചെയ്യാനുള്ള സംവിധാനം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഈ ഡേറ്റാ നെറ്റ്വർക്കിന് ശരിക്കും പറഞ്ഞാൽ 3 ഹബ്ബുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. എവിടെയൊക്കെയാണ്? കേരളത്തിലെ 3 തിരുവനന്തപുരം, പിന്നെ കൊച്ചി, കോഴിക്കോട്, അതിലേക്ക് വരാം. അപ്പോൾ ഈ ഡേറ്റാ സെൻറ്ററിൽ നിന്ന് വൈഡ് ഏരിയയിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംവിധാനമാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ നവീന രീതിയിലുള്ള ഒരു ഫ്രെയിംവർക്കാണ്. ദാറ്റ് അലൗസ് ദി പ്രൊവിഷൻ ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആൻഡ് അസോസിയേറ്റഡ് സർവീസസ് ടു ദി പബ്ലിക് സെക്ടർ ഇൻ സ്റ്റേറ്റ്. അതായത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരിക്ക് പബ്ലിക് സെക്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ രൂപീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ 2008 ഗവൺമെൻറ് ഓഫ് കേരള ഹെഡ് സെറ്റപ്പ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ടു എക്സ്റ്റെൻഡ് ദി സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ടു 14 ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് 152 ബ്ലോക്ക് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. വാസ്തവത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഡേറ്റാ സെൻറ്റർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരുക്കി വെച്ചു, സെർവറെല്ലാം ഒരുക്കി വെച്ചു, ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഡേറ്റ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 ഹെഡ് ക്വാർട്ടേഴ്സിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ നിങ്ങൾക്കറിയാം ബ്ലോക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലും ആണ് ശരിക്ക് ഇത് വിതരണം ചെയ്യുന്നത്. നോക്കൂ, അപ്പം 14 ജില്ലകളിൽ 14 ജില്ലാ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 152 ബ്ലോക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഈ ഡേറ്റ നെറ്റ്വർക്ക് എത്തിച്ച് നൽകുന്ന നെറ്റ്വർക്ക് പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്ന. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സും ബ്ലോക്ക് പഞ്ചായത്തും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബ്ലോക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ 14 ജില്ലകളിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ വിളിക്കുന്ന കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഒരു 3 ഹബ്ബുകൾ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KSWAM കൺസിസ്റ്റ് ഓഫ് 3 നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുക എവിടെയൊക്കെയാണ് കേരളത്തിൻ്റെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. തിരുവനന്തപുരം നമ്മൾ ടെക്നോ പാർക്ക് ഒക്കെ പറഞ്ഞു കേട്ടു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 ജില്ലകളിലാണ് ശരിക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് സംവിധാനം ഓപ്പറേഷൻ സെൻറ്റർ ഉള്ളത്. ഓപ്പറേഷൻ അപ്പോൾ 14 ജില്ലകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇവരെ ഒരു ബന്ധം അതാണ്. ജില്ലകൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നെറ്റ്വർക്ക് സംവിധാനം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് അങ്ങനെ 3 ഹബ്ബുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ക്ലിയർ അല്ലേ? അപ്പം ഡേറ്റാ സെൻറ്ററുകൾ, പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മൂന്നാമത്തത് കോമൺ സർവീസ് സെൻറ്റർ. ഇതുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇ ഗവേണൻസ് പൂർണ്ണമാകുള്ളൂ. എന്താണ് കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്ന CSCS കോമൺ സർവീസ് സെൻറ്റർ. കോമൺ സർവീസ് സെൻറ്റേഴ്സ് ആർ കീ കോമ്പോണൻ്റ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാ സെൻറ്ററുകളുണ്ട്, അത് വൈഡായിട്ട് വിതരണം ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഏരിയ, സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക് ഏരിയ നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളിലേക്ക്, റൂറൽ ഏരിയയിലേക്ക് എത്തണമെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ വേണം. കാരണം നമ്മൾ ഈ സാക്ഷരതയിൽ വളരെ പിന്നിലുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഈ എത്ര നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രയോജനം ലഭ്യമാകില്ല. നമുക്ക് ഈ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ, ഇതിനാണ് നമ്മൾ ജനസേവന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ?
അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ അതൊക്കെ ഓപ്പൺ ആക്കിയാലല്ലേ ജനങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുള്ളൂ. അതിനാണ് കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. കോമൺ സർവീസ് സെൻറ്റേഴ്സ് ആർ കീ കോമ്പോണൻറ്റ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദീസ് സെൻറ്റേഴ്സ് എയിം ടു പ്രൊവൈഡ് എസെൻഷ്യൽ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ സർവീസസ് ടു സിറ്റിസൺ, പർട്ടിക്കുലർലി ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയ. കേട്ടോ, റൂറൽ ആൻഡ് റിമോട്ട് ഏരിയ, വളരെ ഗ്രാമപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ റിമോട്ടായിട്ട് കിടക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഐസൊലേറ്റഡ് ആയി പോയ കുറേ മേഖലകൾ, അവിടെയൊക്കെ ആൾക്കാർക്ക് ഈ സാക്ഷരത കുറവായിരിക്കും. അവർക്ക് ഈ ഡേറ്റാ സെൻറ്ററിനെ കുറിച്ചോ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചോ ഒന്നും ഒരു അറിവുണ്ടാവില്ല. അവർക്ക് സേവനങ്ങൾ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് ലഭ്യമാക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയാണ് കോമൺ സർവീസ് സെൻറ്റർ, ജനസേവന കേന്ദ്രങ്ങൾ ഒക്കെ ആരംഭിക്കണമെന്ന് പറയുന്നത്. അക്ഷയ സെൻറ്റർ പോലെയുള്ള കാര്യങ്ങൾ ആരംഭിക്കണമെന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ ഈ ഗവേണൻസ് പൂർണ്ണമാവുകയുള്ളൂ. നോക്കൂ, ഇനി കീ സർവീസസ് ഓഫ് കോമൺ സർവീസ് സെൻറ്റേഴ്സ്. കോമൺ സർവീസ് സെൻറ്ററിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട എന്താണ്? ഇപ്പോൾ നോക്കൂ, ആധാർ അപ്ഡേറ്റ്സ്. നിങ്ങളുടെ ആധാറിലെ പേര് തെറ്റിക്കിടക്കുന്നു, അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകണം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലമായിരുന്നില്ല ഇത് രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള അഡ്രസ്സ്. അപ്പോൾ പുതിയ അഡ്രസ്സ് ഒന്ന് മാറ്റിത്തരണം. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോയാൽ മതി? ഈ കോമൺ സർവീസ് സെൻറ്റർ അഥവാ ജനസേവന കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. പാൻ കാർഡ് ആപ്ലിക്കേഷൻ, പാൻ കാർഡ് എടുക്കണമെങ്കിൽ കോമൺ സെൻറ്ററിൽ പോയാൽ മതി, ജനസേവന കേന്ദ്രത്തിൽ പോയാൽ മതി. വോട്ടർ ഐ ഡിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതോ അഡ്രസ്സിൽ മാറ്റം വരും. റേഷൻ കാർഡ് സർവീസ്, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലുള്ള, റിമോട്ടായിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും കോമൺ സർവീസ് സെൻറ്ററുകൾ ഉണ്ടായേ മതിയാകൂ. അല്ലാതെ ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കി വൈഡ് ഏരിയ നെറ്റ്വർക്കും ഒക്കെ സംവിധാനം ഉണ്ടാക്കി വെച്ചാൽ അത് പ്രയോജനപ്രദമായ രീതിയിൽ ജനങ്ങൾ എത്തണമെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ കൂടി ഉണ്ടായിരിക്കണം. ഇനി അതിനോടൊപ്പം തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബില്ലടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലൂടെ ഒക്കെ ബില്ലടയ്ക്കാം. ഇപ്പം ടാക്സ് ഒക്കെ അടയ്ക്കാം. ലാൻഡ് ടാക്സ് ആയാലും ബിൽഡിംഗ് ടാക്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഈ കോമൺ സർവീസ് സെൻറ്ററിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നോക്കൂ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇ ഗവേണൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലാണ് ഇതിൻ്റെ പ്രാധാന്യം അത് നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്, ഓർത്തോളുക. ഇതിൻ്റെ ഇ ഗവേണൻസിൻ്റെ പ്രാധാന്യം എന്ത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്? ക്രിയേറ്റിംഗ് ബെറ്റർ ബിസിനസ് എൻവിയോൺമെൻറ്റ്, നല്ലൊരു വ്യാവസായിക അന്തരീക്ഷം ഒരുക്കിയെടുക്കുക. ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് സർവീസ് ടു സിറ്റിസൺ, പൗരന്മാർക്ക് വേഗത്തിലും സൗകര്യപ്രദമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക. ബോർഡനിങ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ വൈഡാക്കുക, ബോർഡാക്കുക എന്ന് പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്കൊരു സേവനം എളുപ്പം ലഭ്യമാകും എങ്കിൽ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി അത് ചെയ്ത് അതിൽ പങ്കാളിയാകും. മറിച്ച് അത് നേടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ച് മിണ്ടാതിരിക്കും, നമ്മുടെ പാർട്ടിസിപ്പേഷൻ അവിടെ കുറയും. അപ്പം ബോർഡനിങ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഗവൺമെൻറ് ഏജൻസിയുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു, അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും വർദ്ധിക്കുന്നു. ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി. ഈ ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ചില വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ ഉദാഹരണത്തിന് പലരുടെയും സഹായം ലഭ്യമാകി അവർ ഒറ്റയ്ക്ക് അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഭിന്നശേഷിക്കാരായ ആൾക്കാരാകാം, അതുപോലെ തന്നെ വയോധികരാകാം, ഇപ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വളരെ പട്ടിണി പാവങ്ങളാകാം, വൃദ്ധജനങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ ഗവേണൻസിലൂടെ കഴിയുന്നു. കാരണം എന്താണ്? പെട്ടെന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഗവേണൻസിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. അതിന് അവർക്ക് സ്വന്തമായി തന്നെ കഴിയുന്നു, അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഇതേപോലെയുള്ള സർവീസ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്, എന്തായാലും ശരി, ഈ ഗവേണൻസ് വന്നതോടുകൂടി ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ, അരികുവൽക്കരിക്കപ്പെട്ടു പോയ വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയരാൻ കാരണമാകുന്നു. ക്ലിയർ അല്ലേ? അടുത്ത
ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി. അടുത്ത പോയിന്റ് ഇതാണ്, ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി. ഇൻഫോംഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അറിവുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നു. അറിവുള്ള പല പല വിവരങ്ങൾ നൽകിക്കൊണ്ട്. ഇപ്പോൾ ഈ ഗവേണൻസിലൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഗവേണൻസിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. സർക്കാരിൻ്റെ സൈറ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ നോക്കൂ, ഒരു നിയമം സർക്കാർ പാസ്സാക്കി, ആ നിയമം ഓൺലൈനിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, അങ്ങനെ ഒരു നിയമമുണ്ടെന്നും ആ നിയമത്തിൻ്റെ സാധ്യത എന്താണെന്നും അതിലൂടെ വിവരങ്ങൾ നേടാൻ നമുക്ക് അവകാശമുണ്ടെന്നും ഈ ഗവേണൻസിലൂടെ എളുപ്പം നമുക്ക് അറിവ് ലഭിക്കുന്നു. അത് നോക്കിയാൽ മതി. ഇപ്പം ഓൺലൈനിലൂടെ എടുത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടും, നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. ഇനി അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ അവകാശങ്ങളാണത് നൽകുന്നത്, ആ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ്, അതിലൂടെ എന്തൊക്കെ അവകാശങ്ങൾ നൽകുന്നു, ഇതൊക്കെ ഏതിൽ നോക്കിയാൽ മതി. ആ നിയമം നമ്മുടെ കയ്യിൽ എത്തുന്നു, ഈ ഗവേണൻസിലൂടെ എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ഇൻഫോംഡ് സൊസൈറ്റി ആയി മാറുന്നു, അറിവുള്ളൊരു സമൂഹമായി മാറുന്നു. ബ്രിങ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എല്ലാ പ്രവർത്തനങ്ങളിലും ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും ഉത്തരവാദിത്വവും കൊണ്ടുവരുന്നു. റെഡ്യൂസസ് കറപ്ഷൻ ഇല്ലാതാക്കുന്നു. എക്കോണമി ഇൻ ഓപ്പറേഷൻ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നു. ആരുടെ? സർക്കാരിൻ്റെയും ജനങ്ങളുടെയും. അല്ലേ? സർക്കാരിന് 5 തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറും കൊടുത്ത് ഒരാളെ ഇരുത്തിയാൽ മതി, അയാൾ പെട്ടെന്ന് ജോലി ചെയ്ത് തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി ഒരുപാട് കാശ് കളയുന്ന, വണ്ടിക്കൂലിയും വെള്ളക്കൂലിയും ഒക്കെ കൊടുത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നിസാരമായ ഒരു ചെറിയ പൈസ എവിടെ കൊടുത്താൽ മതി? അക്ഷയ സെൻറ്ററിൽ കൊടുത്താൽ, ഫീസ് കൊടുത്താൽ മതി, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. അങ്ങനെ ഇക്കോണമി ഇൻ ഓപ്പറേഷൻ, വളരെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു പ്രവർത്തനങ്ങളിൽ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും ഗുണങ്ങളും ഒക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടി നമുക്കൊന്ന് പഠിക്കാനിരിക്കുന്നു, അതായത് ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ്. ഈ ഗവേണൻസിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ഗവേണൻസിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഗവേണൻസ് നോക്കൂ, ഈ ഗവേണൻസ് ഇൻ ഇന്ത്യ ഫേസസ് സിഗ്നിഫിക്കൻ്റ് ചലഞ്ചസ്. അതിൽ വളരെ വെല്ലുവിളികൾ, തടസ്സങ്ങൾ ഒക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നു. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടത് കണക്ടിവിറ്റി ഗ്യാപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഗ്യാപ്പ്, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ പലയിടത്തും ചിലപ്പോൾ ലഭ്യമാകില്ല, ചില പ്രദേശങ്ങളിൽ തീരെ ലഭ്യമാകില്ല, അത് റെഗുലറായിട്ട് ലഭ്യമാകില്ല. അതൊരു തടസ്സമല്ലേ? ലിമിറ്റഡ് അൺസ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇൻ റൂറൽ ഏരിയാസ് ഹിൻഡ്രസ് യൂണിവേഴ്സൽ ആക്സസ് ടു ഓൺലൈൻ സർവീസ്. ഓൺലൈൻ സർവീസ് സുഗമമായി നടത്തണമെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടേ? പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, ഒരു കാറ്റോ മഴയോ വന്നാൽ മതി, എല്ലാ കണക്ഷനും കട്ടായി. അപ്പോൾ ശരിക്ക് ആ പ്രദേശങ്ങളിലൊന്നും യാതൊരു കണക്ടിവിറ്റി ഇല്ലാതായി മാറുന്നു. ചിലപ്പോൾ അത് പരിഹരിക്കുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് വരും. ഇത് ഈ ഗവേണൻസ് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ലോ ഡിജിറ്റൽ ലിറ്ററസി, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഡിജിറ്റൽ ലിറ്ററസിയുടെ കുറവ്, ലിറ്ററസിയുടെ കുറവ്. അതിനാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ലിറ്ററസി, സാക്ഷരതയുടെ അഭാവം. എ സിഗ്നിഫിക്കൻ്റ് പോർഷൻ ഓഫ് ദി പോപ്പുലേഷൻ ലാക്സ് ഇൻഫർമേഷൻ ടെക്നോളജി proficiency and access to devices causing a gap between urban and rural participation. കണ്ടോ? അതായത് വലിയൊരു വിഭാഗം ജനസംഖ്യയും പ്രൊഫഷണൽ അല്ല, ഈ IT കാര്യത്തിൽ പ്രൊഫഷണൽ അല്ല. അവർക്ക് മാർഗങ്ങളൊക്കെ ഉണ്ട്, കയ്യിൽ ഡിവൈസസ് ഒക്കെ ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഉണ്ട്, പക്ഷേ അതിൽ ഗെയിം കളിക്കാനല്ലാതെ വേറൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അത് വെച്ച് പ്രയോജനപ്പെടുത്താൻ, ഈ ഗവേണൻസ് പ്രയോജനപ്പെടുത്താൻ അറിയില്ല. അപ്പോൾ അവർക്ക് ഈ സാക്ഷരതയുടെ അഭാവം ശരിക്കും, മാത്രമല്ല ഈ ഗ്യാപ്പ് ബിറ്റ്വീൻ അർബൺ ആൻഡ് റൂറൽ പാർട്ടിസിപ്പേഷൻ, ശരിക്കും റൂറൽ ഏരിയയും അർബൺ ഏരിയയും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അർബൺ ഏരിയയിലെ കുറേ കൂടെ സിറ്റി പ്രദേശങ്ങളിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതുമായി ഗ്രാഹ്യം കൂടുതലുണ്ടാകും, അവരെപ്പോഴും അങ്ങനെ നിൽക്കുന്നവരാണ്. എന്നാൽ റൂറൽ ഏരിയയിൽ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട അറിവ് ഇല്ലാതിരിക്കുന്നത് ഇതൊരു തടസ്സമായി മാറുന്നു. അപ്പോൾ ഈ ലിറ്ററസിയുടെ ഒരു അഭാവം, ലിറ്ററസി എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർക്കുന്നതല്ലത്. ഇത് ആ പോയിന്റിൽ കൂടെ കൂട്ടാനുള്ളതല്ല. ഇതെന്താണ് ലിറ്ററസി? ഡിജിറ്റൽ ലിറ്ററസിയുടെ
എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു എഫക്റ്റീവ്ലി ആൻഡ് റെസ്പോൺസിബിളി ഫൈൻഡ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ യൂസിങ് ടെക്നോളജി. അതായത് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവ് അത് ഇവാലുവേറ്റ് ചെയ്യാനും കണ്ടെത്താനും അത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും ടെക്നോളജി യൂസ് ചെയ്യാനുമൊക്കെയുള്ള അറിവിൻ്റെ പേരാണ് ഈ ടെക്നോളജി അഥവാ ഈ ലിറ്ററസി അഥവാ ഡിജിറ്റൽ ലിറ്ററസി. ഈ ലിറ്ററസി ഇല്ലായ്മ, ഈ ഒരു സാക്ഷരത ഇല്ലായ്മയാണ് എന്താണ് മറ്റൊരു തടസ്സമായി ഈ ഗവേണൻസിന് തടസ്സമായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി നോക്കൂ, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ പ്രൈവസി കൺസേൺ വളരെ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളിയല്ലേ. നമ്മൾ വലിയ കാര്യത്തിൽ നമ്മൾ എല്ലാ ഡേറ്റയും ഒക്കെ നമ്മൾ സിസ്റ്റത്തിലുണ്ട്, നമ്മളത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് അതാരെങ്കിലും കയറി ഹാക്ക് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ ഗവേണൻസിൻ്റെ മറ്റൊരു തടസ്സമായി വെല്ലുവിളിയായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആസ് ദി ഗവൺമെൻറ് മൂവ്സ് മോർ സർവീസസ് ഓൺലൈൻ, സൈബർ സെക്യൂരിറ്റി ബിക്കം എ ക്രിട്ടിക്കൽ കൺസേൺ. ഈ ഗവേണൻസ് പ്ലാറ്റ്ഫോം ഡീൽസ് വിത്ത് സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ആൻഡ് എനി breach can have severe consequences for individual and institution. പല വ്യക്തികൾക്കും പല സ്ഥാപനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്ന എന്താ പറയുക സൈബർ അറ്റാക്കുകൾ ഈ ഗവേണൻസിൻ്റെ മറ്റൊരു വലിയ തടസ്സമായി വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ശരിക്ക് കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്, ഈ സാക്ഷരത ഇല്ലായ്മയുണ്ട്, സൈബർ അറ്റാക്കുകൾ, സൈബർ സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെ വെല്ലുവിളികളാണ്. റെസിസ്റ്റൻറ്റ് ടു ടെക്നിക്കൽ ചേഞ്ചസ്. സാധാരണ ഒരു സാങ്കേതിക മാറ്റം വരുമ്പോൾ, സാങ്കേതിക രംഗത്തൊരു മാറ്റം വരുമ്പോൾ അതിനെ എതിർക്കുക സ്വാഭാവികമായൊരു രീതിയാണ്, നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, ട്രാൻസിഷനിങ് ഫ്രം ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഗവൺമെൻറ് ടു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം can be met with resistance from both government officials and citizen. എന്തെങ്കിലും ഒരു പുതിയ മാറ്റം ഭരണരംഗത്തേക്ക് വന്നാൽ ആദ്യം എതിർക്കുക അവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കാം, പിന്നീട് ജനങ്ങൾ. അപ്പോൾ ശരിക്കും പൗരന്മാരും ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങളെ എതിർക്കുക പതിവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് എ ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് ക്യാൻ സ്ലോ ഡൗൺ ദി അഡോപ്ഷൻ. കണ്ടോ, അതായത് ഫിയർ ഓഫ് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ തൊഴിലിന് എന്തെങ്കിലും സ്ഥാനചലനം സംഭവിക്കുമോ? ഇപ്പം ഞാനൊരു സേഫായിട്ടുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കംഫർട്ട് സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല, മേലുദ്യോഗസ്ഥരുടെ വലിയ ശല്യമില്ല, നല്ല സുഖകരമായ ജോലിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തിറങ്ങി പോകാം, ക്യാൻറ്റീനിൽ പോയിരിക്കാം, കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കാം, വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, സ്വപ്പമൊക്കെ ഉറക്കം വരുന്നെങ്കിൽ ഇച്ചിരി ഇരുന്ന് ഉറങ്ങാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സേഫ് സോണിൽ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഗവേണൻസ് പോലെയുള്ള പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിഭാരം കൂടുമോ എന്നൊരു ഉദ്യോഗസ്ഥൻ ഭയപ്പെടുക സ്വാഭാവികമാണ്. കൂടുതൽ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, എന്നെ ജോലിയിൽ നിന്ന് വേറെ ഇങ്ങോട്ടേക്ക് മാറ്റുമോ, അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കൂടില്ലേ, അപ്പോൾ ആകെ ടെൻഷനാകില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആൻഡ് ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. പിന്നെ ഇ ഗവേണൻസിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, അതും ഇതിനെ കണ്ണടച്ചെതിർക്കാനുള്ള കാരണമായി മാറുന്നു. അപ്പോൾ റെസിസ്റ്റൻറ്റ് ടു ടെക്നോളജിക്കൽ ചേഞ്ച്, സാങ്കേതികപരമായ മാറ്റത്തെ എതിർക്കുക എന്നതും ഇത് മറ്റൊരു വെല്ലുവിളിയാണ്. ഈ ഗവേണൻസിൻ്റെ സുഗമമായ ഇംപ്ലിമെൻറ്റേഷന് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകമാണ്. ഇനി നോക്കൂ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻ. നോക്കൂ, ഈ ഗവേണൻസ് യാഥാർത്ഥ്യമാകണമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അതിന് കൂടുതൽ ചിലവ് വരും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഒരുപാട് ചിലവുകൾ വരുന്നതല്ലേ എന്നൊരാശങ്കയും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് എതിർക്കാൻ കാരണമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ശരിക്കൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻ. ശരിക്ക്
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അതിന് വരുന്ന ചെലവ് ഭീമമായി പോകുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു വെല്ലുവിളിയായി തന്നെ കാണേണ്ടതാണ്. ഇനി ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, ഭാഷാപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. അതായത് മെനി പ്ലാറ്റ്ഫോം ലാക്സ് ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട്. നിങ്ങൾ എടുത്തു നോക്കുക, ഈ ഗവേണൻസ് പ്ലാറ്റ്ഫോം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലാംഗ്വേജ് തന്നെ വിവരങ്ങൾ ലഭ്യമാകണമെന്നില്ല. ശരിക്കും ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട് കുറവാണത്. ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയൊക്കെയാണ് കൂടുതൽ നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെയാണ് കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊരു വലിയ തടസ്സമായി തന്നെ മാറുന്നു. അങ്ങനെ ഈ ഭാഷാപരമായിട്ടുള്ള തടസ്സം, മെനി പ്ലാറ്റ്ഫോംസ് ലാക്ക് ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട്, റെസ്ട്രിക്റ്റിംഗ് അക്സസ് ഫോർ നോൺ ഇംഗ്ലീഷ് നോൺ ഹിന്ദി സ്പീക്കേഴ്സ്. നോക്കൂ, ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഒരു മറ്റൊരു ഘടകമാണ്. ഇനി ലാക്ക് ഓഫ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കോർഡിനേഷൻ. നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ ഇതിൻ്റെ വ്യവഹാരങ്ങളിൽ G2G എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിവരങ്ങൾ കൈമാറേണ്ടി വരും. പക്ഷേ അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാകണം, കോഓപ്പറേഷൻ ഉണ്ടാകണം. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഉദ്യോഗസ്ഥരും ഇച്ചിരി ഈഗോ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു ഈഗോ ക്ലാഷ് പലപ്പോഴും ഈ ഗവേണൻസിന് തടസ്സമായി നിൽക്കാറുണ്ട്. കാര്യം അവർ പലരും ആലോചിക്കും, ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അങ്ങനെ ഈസി ആയിട്ടൊന്നും ഇങ്ങോട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈഗോ ക്ലാഷ്, അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ കുറവ്, ഒരു കോപ്പറേഷൻ ഇല്ലായ്മ, ഇതെല്ലാം ഇതിന് തടസ്സമായി നിൽക്കുന്നു. നോക്കൂ, ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ്സ് ബോട്ടിൽ നെക്സ്, റെഡ്യൂസിങ് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഈ സർവീസ്. ഇതെല്ലാം അതിൻ്റെ എഫിഷ്യൻസിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമായിട്ട് കണക്കാക്കാം. ഇനി ഒരൊറ്റ ചെറിയ ഏരിയ കൂടി പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ഈ ഗവേണൻസ് മോഡൽ, ഏതൊക്കെ മാതൃകകളാണ് ഈ ഗവേണൻസ് രംഗത്തുള്ളത്? 5 പ്രധാനപ്പെട്ട മാതൃകകളുണ്ട്. There are 5 important models of e-governance which can be used as guide in designing e-government initiative depending on the local situation and governance activities that are expected to be performed. അതായത് നമ്മുടെ ഈ ഗവേണൻസിൻ്റെ മാതൃകകൾ, 5 രീതിയിലുള്ള മാതൃകകൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് ഈ ഗവേണൻസ് മുന്നോട്ട് പോകുന്നത്? ഒന്ന്, ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ആദ്യത്തെ മോഡൽ, യൂസസ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു ഡിസിമിനേറ്റ് ഇൻഫർമേഷൻ ഫ്രം ഗവൺമെൻറ് ടു പബ്ലിക്, ക്രിയേറ്റിംഗ് എ ബെറ്റർ ഇൻഫോംഡ് സിറ്റിസൺറി. നോക്കൂ, അതായത് ജനങ്ങളിലേക്ക്, ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വിവരങ്ങൾ എത്തിക്കുക എന്നത് ഒരു മോഡലാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു, വിവരങ്ങൾ നൽകപ്പെടുന്നു. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിവരങ്ങൾ നൽകുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ ഒരു പ്രധാനപ്പെട്ട മോഡലാണ്. എക്സാമ്പിൾ ഇത് പറയാം. നോക്കൂ, അപ്ലോഡിങ് ഗവൺമെൻറ് ലോസ് ആൻഡ് ഓർഡേഴ്സ് ഓൺലൈനിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് ഇപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഗവൺമെൻറ്റിൻ്റെ ഈ ഗവേണൻസിലൂടെ നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും. ഇനി സേവനാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയണമെങ്കിൽ, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് ആർക്കാണ് അവൈലബിൾ? ഓൾ സിറ്റിസൺ, എല്ലാ വ്യക്തികൾക്കും. നോക്കൂ, എല്ലാ പൗരന്മാർക്കും വിവരങ്ങൾ യാതൊരു വിവേചനവുമില്ലാതെ നൽകുന്ന ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. നോക്കൂ, മേക്കിംഗ് അവൈലബിൾ ദി നെയിംസ്, കോണ്ടാക്റ്റ്, അഡ്രസ്സസ്. നോക്കൂ, അഡ്രസ്സസ് ഓഫ് ആരുടെയൊക്കെയാണ്? MLA-മാരുടെ, മന്ത്രിമാരുടെ. നോക്കൂ, അതായത് നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ കോണ്ടാക്റ്റ്
നമ്പറുകൾ, അഡ്രസ്സ്, MLA മാരുടെ വിവരങ്ങൾ, ഒഫീഷ്യൽസിൻ്റെ പ്രത്യേകിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ ലഭ്യമാകുന്നതിന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് സഹായിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ ഒരു മിനിസ്റ്ററിയെ നമുക്ക് ബന്ധപ്പെടണം, ഒരു വിവരം അറിയിക്കണം, മിനിസ്റ്ററിലേക്കൊരു റിക്വസ്റ്റ് കൊടുക്കണം. തീർച്ചയായിട്ടും അത് എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, എങ്ങനെ അത് ഫാക്സ് ചെയ്യണം, എങ്ങനെ അത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം, ഇതെല്ലാം ഈ ഗവേണൻസിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്, മറ്റൊരു മാതൃക എന്ന് പറയുന്നത് അത് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വിവരങ്ങൾ എല്ലാത്തരം പൗരന്മാർക്കും ഒരു വിവേചനമില്ലാതെ ലഭ്യമാകുന്ന മോഡലാണ്. രണ്ടാമത് നോക്കൂ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. delivers specific critical information to target audience to ensure transparency and accountability, such as പെൻഷൻ അപ്ഡേറ്റ്സ് ഓർ പോളിസി ചേഞ്ചസ് ഫോർ സ്പെസിഫിക് ഗ്രൂപ്പ്സ്. കണ്ടോ, ഈ ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട്, അതാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ഇത് ഏതെങ്കിലും ഒരു ടാർഗറ്റഡ് വിഭാഗത്തിന്, ഉദാഹരണം നോക്കൂ, വെതർ ഫോർകാസ്റ്റ് ഓർ ക്രോപ്പ് പ്രൈസിങ് ടു ഫാമേഴ്സ്. വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ. നമ്മൾ ചിലപ്പം വാർത്ത കേൾക്കുന്നില്ലേ, കാലാവസ്ഥ എങ്ങനെയാണ്? അതായത് കടലിൽ പോകുന്നവർ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ ഇന്ന് കടലിലേക്ക് പോകരുത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ വരികയാണ്, അതായത് കടലിൽ പോകുന്നവർ ഇന്ന് ശ്രദ്ധിക്കണം, കടലിൽ പോകരുത്, കടൽക്ഷോഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഗവേണൻസിലൂടെ അങ്ങനൊരു വിവരം ആ വ്യക്തികൾക്ക്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ടാർഗറ്റഡ് ഗ്രൂപ്പിന് മാത്രമാണ്, നമുക്കെല്ലാവർക്കും ബാധകമല്ലാതെ. ഇനി ക്രോപ്പ് പ്രൈസിങ്, എന്തെങ്കിലും ഈ കാർഷിക മേഖലയിലുള്ള കാർഷിക വിളകളുടെ വില നിലവാരം, അതുമായി ബന്ധപ്പെട്ടവർക്കുള്ളതാണ്. ഇനി നോക്കൂ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതാ ഒരു വിവരം വരുന്നു, ഇന്ന് അവധിയായിരിക്കും, ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു, എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. ഇങ്ങനെയുള്ള ടാർഗറ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നൽകുന്ന ഇൻഫർമേഷൻ മാതൃകയാണ് നമ്മൾ വിളിക്കുന്നത് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. താരതമ്യം ചെയ്തുകൊണ്ടുള്ള, കേൾക്കുമ്പോഴേ അറിയാം, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ എന്ന് പറയുന്നത് uses comparative data to improve government performance, often by comparing services or policies against other regions or sectors. ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും മറ്റ് സെക്ടറുമായിട്ടോ മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പുമായിട്ടോ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷനാണ്. കമ്പാരിസൺ. ഇത് സാധാരണ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് മോഡൽ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. വികസിത രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഉദാഹരണം നമുക്ക് പറയാം. എക്സാമ്പിൾ നോക്കൂ, ബെഞ്ച് മാർക്ക് പാരാമീറ്റേഴ്സ് ആർ ക്രിയേറ്റഡ് ലൈക്ക് IMR. IMR എന്ന് പറഞ്ഞാൽ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്, ലൈഫ് എക്സ്പെക്റ്റൻസി എക്സെട്ര. അതായത് എന്താണ്, ആയുർ ദൈർഘ്യത്തെക്കുറിച്ചുള്ള, അപ്പം ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം തുടങ്ങിയവ നമ്മൾ കമ്പാരിസൺ നടത്തും. ആൻഡ് നാഷണൽ ലെവൽ ആർ മെഷേർഡ് അണ്ടർ കമ്പാരിറ്റീവ് വിത്ത് ബെഞ്ച് മാർക്ക് പാരാമീറ്റേഴ്സ്. നോക്കൂ, അതായത് ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം തുടങ്ങിയ രേഖകൾ നമ്മൾ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, ഈ വർഷം എത്ര വർഷം കൂടിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാനുള്ള മോഡലാണ്. അതായത് ഓരോ വർഷത്തെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഗവേണൻസ് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിളിച്ചത് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. അപ്പം ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. പല രീതിയിലുള്ള കാലഘട്ടങ്ങൾ, പല ജില്ലകൾ തമ്മിൽ, നാഷൻസ് തമ്മിൽ, സ്റ്റേറ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ വരുന്നതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അടുത്ത ഇൻറ്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഇൻറ്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ two-way ചാനൽ that is used to provide public services online. രണ്ട് ഗവൺമെൻറ്റും ശരിക്കും നമ്മൾ G2
പിന്നെ സി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതായത് 2 വേയിൽ ഗവൺമെൻറ് പിന്നെ ശരിക്കും ഉപഭോക്താവുമായിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റിസണുമായിട്ട് പിന്നെ നേരിട്ട് ബന്ധപ്പെടുന്നത് 2 ചാനലാണ്, ഗവൺമെൻറ് അതുപോലെ തന്നെ ഒരു വ്യക്തി. ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയാം, എക്സാമ്പിൾ ഈ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബിൽഡിംഗ് ടാക്സ് ആയാലും ലാൻഡ് ടാക്സ് ആയാലും നമുക്ക് ഈ ഗവേണൻസിലൂടെ തന്നെ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ 2 ചാനലേ അവിടെയുള്ളൂ, ഗവൺമെൻറ്റും ആ അടയ്ക്കുന്ന വ്യക്തിയും തമ്മിലുള്ള കോണ്ടാക്റ്റ്. അതാണ് ഇൻറ്ററാക്റ്റീവ് സോഷ്യൽ സർവീസ്, ഇൻറ്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട് ഈ അഡ്വക്കസി മോഡൽ. ഈ അഡ്വക്കസി മോഡൽ എന്ന് പറഞ്ഞാൽ പ്ലേസസ് ദി ഒപ്പീനിയൻ ഓഫ് എമിനൻറ്റ് പേഴ്സൺ ഓർ ദി ഒപ്പീനിയൻ ഓഫ് ദി പബ്ലിക് കളക്റ്റഡ് ത്രൂ സർവീസ് on online forum and tries to change public opinion on certain laws or policy stands. ഇതായത് ഈ അഡ്വക്കസി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഒരു സർവേയിലൂടെ സമാഹരിക്കുന്ന രീതിയാണ്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായം എന്ത്, ആ വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ത്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനൊക്കെ ഉപകരിക്കുന്ന ഈ അഡ്വക്കസി മോഡൽ. ഈ 5 മോഡലുകളാണ് നിങ്ങൾ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കുറേ വസ്തുതകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊരു ക്ലാസ്സിലൂടെ പലതരത്തിലുള്ള ഈ ഗവേണൻസ് രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. വളരെ നന്നായി പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോട്ട് ആവർത്തിച്ച് വായിക്കുക, ക്ലാസ് ആവർത്തിച്ച് കാണുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനോട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ തുടർ ക്ലാസ് ഉടൻ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.